സക്സസ് ആവുന്ന എല്ലാം ബെസ്റ്റ് വർക്ക് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ബെസ്റ്റ് വർക്ക് എല്ലാം സക്സസ് ആയിട്ടില്ല. പുഷ് പ്രോസസ് ഇസ് എ വെരി ഓൾഡ് ടെക്നിക്ക്. ഭയങ്കര മാസ്റ്റർ സിനിമാറ്റോഗ്രാഫർ മാത്രമേ ഉപയോഗിക്കാറുണ്ട്. റിസ്ക് ഉള്ളത് കൊണ്ട് പലരും ചെയ്യത്തില്ല. ഞാൻ റിസ്ക് എടുത്തു. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാവില്ല മലയാളം ഇൻഡസ്ട്രിയിൽ. നന്ദനം, മിഴിരണ്ടിലും, മനസ്സിനക്കരെ തുടങ്ങിയ സിനിമയുടെ ഛായാഗ്രഹകനായ അഴകപ്പൻ സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം. കഴിഞ്ഞ പടം ഞാൻ എന്ത് ചെയ്തെന്ന് ആദ്യം റീകളക്ട് ചെയ്യും. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യരുതെന്നാണ് ഫസ്റ്റ് എൻ്റെ ഒരു മനസ്സിനക്കര. ക്രിസ്ത്യൻ ഫാമിലി, അത് വൈറ്റ് ഡ്രസ്സസ്. അപ്പോൾ ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട്, വൈറ്റ് ഡ്രസ്സസ്, ഈ കോമ്പിനേഷനിൽ വർക്ക് ചെയ്യാമെന്ന്. അന്ന് DA പ്രോസസ്സ് എന്ന് പറയുന്നില്ല. നമ്മൾ എന്ത് ഷൂട്ട് ചെയ്യുന്നോ അതാണ് കിട്ടുന്നത്. 3 കളറേ ഉള്ളൂ, റെഡ്, ബ്ലൂ, ഗ്രീൻ. അതിലിരുന്ന് യു ആർ ഗെറ്റിംഗ് സിയാൻ, മെജന്ത, യെല്ലോ. പക്ഷെ അത് കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ പ്ലാൻ ഔട്ട് ചെയ്യണം. ഒരു ബാഡ് ആക്ടറിനെ ഒരു ക്യാമറമാൻ വിചാരിച്ചാൽ ബെറ്റർ ആക്ടർ ആക്കാൻ പറ്റുമോ? പെർഫോമൻസ് ഒരു പരിധിവരെ ഓവർകം ചെയ്യാം. ശാന്തപ്പെട്ട് ഞാൻ ചെയ്യണോ വേണ്ടെന്നോ ഒരു കൺഫ്യൂഷനായ ഫിലിമാണ് ഇത്. നമ്മൾ 6 മണിക്ക് മുമ്പ് ഷോട്ട് എടുക്കണം, ഒരു 10 മണി വരെ, 10:30 വരെ. അത് കഴിഞ്ഞ് കടലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ബ്ലീച്ചാവും. ദിലീപാണ് ആർട്ടിസ്റ്റിനൊപ്പം. ദിലീപ് ഒരിക്കലും രാവിലെ അതിനു മുമ്പ് വിളിച്ചിരിക്കുന്ന പുള്ളി ഏർലി മോർണിംഗ് വരുന്ന കക്ഷിയല്ല. ദിലീപ് വന്നു, ഫസ്റ്റ് ഡേ വന്നപ്പോൾ 11:35. അന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ആരുടെടുത്തും പറയാതെ സ്ഥലം വിടാം. മോർ ദാൻ 300 ഡയറക്ടേഴ്സ് കൂടെ ഓൾ ഓവർ ഇന്ത്യ വർക്ക് ചെയ്തിട്ടുണ്ട്. 2-3 ഡയറക്ടേഴ്സ് മാത്രമേ പിണങ്ങ വേണ്ടി വന്നിട്ടുണ്ട്, വർക്ക് വിട്ടിട്ട് പോയിട്ടുണ്ട്. ലോജിക്കലി നോക്കുകയാണെങ്കിൽ അഗ്നിസാക്ഷിയാണ് സാറിൻ്റെ ഒരു വരവറിയിച്ച സിനിമ എന്ന് പറയും. അപ്പോൾ അഗ്നിസാക്ഷിയിൽ ഒരു ക്യാമറാമാൻ എന്ന രീതിയിൽ ലൗഡായിട്ട്, വിഷ്വലി ലൗഡായിട്ട് ചെയ്യേണ്ട ഓപ്ഷനുകൾ ധാരാളമുണ്ട്. അതിപ്പം അതിൻ്റെ അകത്തായിക്കോട്ടെ, ഹരിദ്വാറിലും ഒക്കെ. ബട്ട് പൊതുവേ അതിൻ്റെ ഫ്രെയിമുകൾ നോക്കുകയാണെങ്കിൽ ഒരു റീസ്ട്രെയിൻഡ് കാണാൻ പറ്റും. അത് അത്രയും വേണ്ട, റീസ്ട്രെയിൻ ചെയ്തേക്കാം. അത് ആക്ച്വലി ഓൾറെഡി ഒരു ഡിസ്കഷനിലൂടെ ശ്യാംപ്രസാദ് സാറുമായിട്ട് തീരുമാനിച്ചതാണോ, അതോ ആ സെറ്റിൽ നോക്കിയിട്ട് അതിൻ്റെ മൂഡ് അനുസരിച്ച് അല്ല എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു റീസ്ട്രെയിൻ ചെയ്ത് ചെയ്യുന്നതാണ് താല്പര്യം, വിഷ്വലി ഭയങ്കര ലൗഡ് ആവണ്ട, അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്? ഏതാണ് എടുത്ത തീരുമാനം? ഇല്ല, രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് ഇതിൻ്റെ പാറ്റേൺ എന്ത് വേണം, എങ്ങനെയാണ് ഇതിൻ്റെ ക്യാരക്ടറൈസേഷൻ എങ്ങനെയാണ് കൊണ്ടുപോകണമെന്ന് ആലോചിച്ചപ്പം നാച്ചുറലായി നമ്മുടെ മുന്നിൽ നടക്കുന്ന സംഭവമായിട്ട്, അങ്ങനെയാണെങ്കിൽ ഈ ഇല്ലം പോയി കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും നമ്മൾ ഇല്ലം പോയി. അപ്പോൾ അവിടെ വൈകിട്ട് ആകുമ്പോൾ കറണ്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ കറണ്ട് ഉള്ള സമയമാണ്, പക്ഷേ ഞങ്ങൾ ഇലക്ട്രിസിറ്റി ഇല്ലാതാണ് അതിൽ കാണിക്കുന്നത്. അതിന് ഒരു 15-20 വർഷത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. അഗ്നിസാക്ഷി എഴുതിയപ്പോൾ കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റെ ബുക്ക് എനിക്കന്ന് മലയാളം ഫ്ലുവൻ്റായി വായിക്കാൻ അറിയില്ല. കഥ മൊത്തം കേട്ടു, ബൈഹാർട്ട് ചെയ്തു. കേട്ടിട്ട് മനസ്സിലെ എല്ലാ സീനും ബൈഹാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ശ്യാം സ്ക്രിപ്റ്റ് എഴുതി. അതിൻ്റെ റൈറ്റ്സ് ഒന്ന് എൻ്റെ വൈഫിൻ്റെ പേരിലാണ് റൈറ്റ്സ് വാങ്ങിച്ചത്, എൻ മോഹൻ സാർ. അതുവരെ പലരും പോയിട്ട് കൊടുത്തില്ല, പെർമിഷൻ കൊടുത്തിട്ടില്ല, വേണ്ട ഇത് പടം അങ്ങനെ ബുക്കായിരിക്കട്ടെന്ന്. പക്ഷേ ശ്യാം പ്രസാദ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പം കെയർഫുള്ളായി ചെയ്യും പറഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതി തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അത് ഇംഗ്ലീഷ് ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എല്ലാം സെർച്ച് ചെയ്തിട്ട് ഇന്നുപോലെ ഈസി ആയിട്ട് സോഷ്യൽ മീഡിയയിലില്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ എങ്ങനെയോ കണക്ട് ചെയ്തിട്ട് ലോങ്കവാൾ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഡൽഹി, അവിടെ ഒരു ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് സർദാർജിയുടെ. അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ ജലന്ധറിൽ ഉണ്ടായ ക്യാമറമാനാണ്, അഴകപ്പൻ്റെ പേര്, എല്ലാം പറഞ്ഞ് ഡീറ്റെയിൽ പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ വേണ്ടതെന്ന്. അഗ്നിസാക്ഷി എന്നൊരു ബുക്കുണ്ട്, ഇംഗ്ലീഷ് വേർഷൻ, അത് എനിക്ക് കിട്ടുമെന്ന്. അയ്യോ, അത് ഒരു ബുക്കേ ഉള്ളൂ, പിന്നെ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ പ്ലീസ് എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അയച്ചു തന്നു ആ ബുക്ക്. അയച്ചു തന്ന് ഞാൻ വായിച്ചു. അപ്പോൾ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അത് ഭയങ്കര ഒരു സബ്ഡ്യൂയായിട്ട്, അതായത് ഒരു ഡ്രാമ ഉണ്ടെങ്കിലും ടു മച്ച് ഓഫ് ഡ്രാമ വേണ്ട എന്നുള്ള തീരുമാനം എടുത്തു ശ്യാമപ്രസാദും ഞാൻ ഇരുന്നിട്ട്. അപ്പോൾ ലൈറ്റിംഗ് പാറ്റേൺ എങ്ങനെ ചെയ്യാനൊരു വന്നപ്പം ബഡ്ജറ്റില്ല, ഈ പടത്തിന് ബഡ്ജറ്റ് തീരെ കുറവാണ്. അപ്പം നമ്മളെല്ലാം കോംപ്രമൈസ് ചെയ്യണം. അങ്ങനെ ക്യാമറയിൽ തന്നെ അന്ന് 3C ക്യാമറ എന്ന് പറയുന്ന ക്യാമറ 3 ആണ് ഫേമസ്, ബട്ട് നമ്മൾ 2C എടുത്തത്. അങ്ങനെ എല്ലാത്തിലും കോംപ്രമൈസ് ചെയ്ത്. ഫിലിം മാത്രമേ ഇൻസ്ട്രുമെൻറ്റ് വേണം പറഞ്ഞ് കളർ ടോണൊക്കെ വേണ്ടി ചെറിയ ലൈറ്റ്സ്, ഇംപ്രവൈസ്ഡ് ലൈറ്റ്സാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. ടു മച്ച് ഓഫ് ലൈറ്റ്സ് ഒന്നുമില്ല. അപ്പം ദീപം കത്തിച്ചിട്ട് അവർ ജീവിക്കുന്ന ഒരു ലൈഫ് കണ്ടിട്ടാണ് ഇല്ലത്തിലൊക്കെ ഈവനിങ് ആകുമ്പോൾ എങ്ങനെയാണ് ലൈറ്റ് ഇൻറ്റേർണൽ സോഴ്സ് വരുന്നത്, ഉച്ചയ്ക്ക് എങ്ങനെ വരുന്നത്,
നൈറ്റ് എങ്ങനെ ആവുന്നു, ഏർലി മോർണിംഗ് എങ്ങനെ ആവുന്നതിനുള്ളതൊക്കെ നമ്മൾ ഒരു ദിവസം ഫുള്ള് സ്റ്റഡി പർപ്പസ് ചെയ്തിട്ട് സണ്ണിൻ്റെ ട്രാവലൊക്കെ വെച്ചിട്ട് അതേ തന്നെ പടത്തിലെയും ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണത്. അതാണ് ആ ടോണും അങ്ങനെയാണ്. ഒരു ലാമ്പ് നമ്മൾ വീട്ടിലുള്ള ദീപങ്ങൾ വെച്ചിട്ട് ഒരു ജീവിക്കുന്ന ഒരു നമ്പൂതിരിയില്ല, അവരും അങ്ങനെയാണ്. ഒരു ലോ വോൾട്ടേജിലാണ് ജീവിക്കുന്ന ഒരാൾ. ഇലക്ട്രിസിറ്റി വന്നാലും ദേ ലൈക്ക് അന്ന് ഞങ്ങൾ പോകുമ്പോഴൊക്കെ മോസ്റ്റ്ലി ദീപത്തിൽ വെച്ചിട്ട് നടക്കുന്നത്, അവിടെ ഇവിടെയൊക്കെ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നത്, ഇതൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ആ ഒരു പ്രോസസ്സിലാണ് ഇത് ചെയ്തത്. സർ, ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ നറേഷൻ കേൾക്കുമ്പോൾ ഈ ഫിലിമിൻ്റെ കളർ പാലറ്റ് ഇതായിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ മൂഡ് ഇതായിരിക്കണം, ഇത് ഉടനെ അങ്ങ് കിട്ടുമ്പോൾ അത് അങ്ങ് ഫിക്സ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് ലൈക്ക് ഉടനെ അങ്ങ് കിട്ടുമോ? അത് ഇത് പറയുമ്പോൾ തന്നെ ഇതായിരിക്കും ഇതിൻ്റെ കളർ പാലറ്റ് എന്നങ്ങ് ഡിസൈഡ് ചെയ്യുന്നതാണ്? അല്ല, ഫസ്റ്റ് റീഡിങ്ങിൽ ഒരു കഴിഞ്ഞ പടം ഞാൻ എന്ത് ചെയ്തെന്ന് ആദ്യം റീകളക്ട് ചെയ്യും. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യരുതെന്നാണ് ഫസ്റ്റ് എൻ്റെ ഒരു എല്ലാ പടങ്ങൾക്കും ഇതുവരെ വന്ന് ട്രാവൽ ചെയ്ത കമേഴ്ഷ്യൽ ഓർ നോൺ കമേഴ്ഷ്യൽ ഓർ എസ്തെറ്റിക്കൽ ക്രിയേറ്റീവ് വാട്ട് കൈൻഡ് ഓഫ് മൂവി നമ്മൾ പറയുന്നതാണെങ്കിലും ഞാൻ എടുക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റോറി ലൈൻ കേട്ടപ്പോഴാണ് ഈ കളർ പാറ്റേൺസ് മൊത്തം വേറെ വേണം, ലൈറ്റിംഗ് പാറ്റേൺ വേറെ വേണം, ലെൻസിങ് വേറെ വേണം, ആംഗിൾസ് വേറെ വേണം എന്നുള്ളത് തീരുമാനിക്കും. ഒരു 1-2 പ്രാവശ്യം സ്ക്രിപ്റ്റ് റീഡിങ്ങിൽ. പിന്നെ നമ്മൾ ലൊക്കേഷനിൽ പോകുമ്പോൾ അവൈലബിലിറ്റി നോക്കും എങ്ങനെ പോസിബിൾ എന്ന്. പിന്നെ ഡയറക്ടേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്ന കളർ പാറ്റേൺസ് പോവാം എന്ന്. ഇപ്പം ഫോർ എക്സാമ്പിൾ മനസ്സിനക്കര അത് ചെയ്യുമ്പോൾ തന്നെ സത്യേട്ടൻ്റെ ചോദിച്ചു എങ്ങനെയാണ് എന്തെങ്കിലും മനസ്സിലുണ്ടോ, അല്ല ടെക്നിക്കൽ കാര്യമാണ് ഇപ്പം പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയാം, ഒരു വൈറ്റ് ഡ്രസ്സസ്സാണ് ഇവിടെ, ക്രിസ്ത്യൻ ഫാമിലി ആയത്, വൈറ്റ് ഡ്രസ്സസ് ഉണ്ട്. അപ്പോൾ ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട്, വൈറ്റ് ഡ്രസ്സസ്, ഈ കോമ്പിനേഷനിൽ വർക്ക് ചെയ്യാമെന്ന്. വൈറ്റ് കുഴപ്പമില്ല ഇൻഡോറിൽ, ഞാൻ പറഞ്ഞ എല്ലാം വൈറ്റ് വയ്ക്കാം. അപ്പോൾ അന്ന് സിനിമാറ്റോഗ്രാഫേഴ്സ് കൂടുതലും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണ്ട, കുറച്ച് വാം കളർ വേണം, അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് വേണം എന്നൊക്കെ പറയുന്ന കാലത്തിൽ ഞാൻ ഈ വൈറ്റ് വെച്ച് തന്നെ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ എല്ലാ ലൈറ്റ്മാനും ചോദിച്ചു, ശരി ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അന്ന് DA പ്രോസസ്സ് എന്ന് പറയുന്നില്ല, നമ്മൾ എന്ത് ഷൂട്ട് ചെയ്യുന്നോ അതാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു കാലഘട്ടമാണ്. സോ ഡിജിറ്റൽ കളർ കറക്ഷനൊക്കെ വന്നത് 2012 അടുപ്പിച്ചാണ് മലയാള സിനിമയിൽ. അതിന് മുമ്പ് ഇല്ല, 2011 എൻഡിൽ. അപ്പോൾ മാനുവൽ ഗ്രേഡിംഗ് ആണ്, 3 കളറേ ഉള്ളൂ, റെഡ്, ബ്ലൂ, ഗ്രീൻ. അതിലിരുന്ന് യു ആർ ഗെറ്റിംഗ് സിയാൻ, മെജന്ത, യെല്ലോ, ഇങ്ങനെയുള്ള കളേഴ്സാണ്, ഇൻഡിഗോ, ഈ കളേഴ്സാണ് കിട്ടാൻ പോകുന്നത്. പക്ഷേ അത് കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ പ്ലാൻ ഔട്ട് ചെയ്യണം. യു ടു ഡു ലോട്ട് ഓഫ് ഹോംവർക്ക്. ഇന്ന് നമ്മൾ എങ്ങനെ വേണേൽ ഷൂട്ട് ചെയ്യാം, എന്ത് കളേഴ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡിജിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞു. ഈ ഒരു ക്യാമറാമാൻ പുള്ളി ഒരു ആംഗിൾ ഫിക്സ് ചെയ്യുമ്പോൾ ഒരു ആക്ടർ അവിടെ നിൽക്കുന്നു, അത് ക്യാപ്ചർ ചെയ്യും. ഒരു ആംഗിൾ പ്ലേസ്മെൻറ്റിലും ക്യാമറ വച്ചിരിക്കുന്ന ഒരു ആംഗിൾ പ്ലേസ്മെൻറ്റിനും ഫ്രെയിമിങ്ങിലും ഒരു ബാഡ് ആക്ടറിനെ ഒരു ക്യാമറമാൻ വിചാരിച്ചാൽ ബെറ്റർ ആക്ടറാക്കാൻ പറ്റുമോ? പെർഫോമൻസ് ഒരു പരിധിവരെ ഓവർകം ചെയ്യാം, നോട്ട് എക്സാക്ട്ലി ഫുള്ളായിട്ട് സിനിമാറ്റോഗ്രാഫർ കനോട്ട് ഡു ഇറ്റ്, ബട്ട് ഒരു പരിധി വരെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷനിൽ വരെ അറിയാത്ത രീതിയിൽ നമ്മൾ ക്യാമറ ആംഗിളും ക്യാമറ ലൈറ്റിങ്ങും ക്യാമറ ലെൻസിങ്ങും ഇത് 3 ഇമ്പോർട്ടൻ്റ്. ലെൻസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ എ ആക്ടർ. അപ്പോൾ ഇതെല്ലാം ഒരു ആവറേജ് ആക്ടർ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്താൽ അയാളെ ഡെഫിനറ്റ്ലി ഒരു ഡിസ്ലൈക്ക്, നാളെ അയാൾ ഒരു വലിയ ആക്ടറായിട്ട് മാറും. ഫിയർ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു നെഗ്ലിജൻസ് ഉണ്ടായിരിക്കും. ഇതാണ് എന്ന്. ഇല്ലെങ്കിൽ ഇഫ് യു ആർ പ്രിപ്പയർഡ് വെൽ, ഇഫ് യു ആർ പ്ലാൻഡ് വെൽ, യു വാണ്ട് ടു ബി ആക്ടർ, ഫസ്റ്റിൽ വർക്ക് വരുമ്പോഴേ ഈ പറയുന്ന ആളുകളൊക്കെ കേട്ടിട്ട് ബിഹേവ് ചെയ്യാൻ പഠിക്കാം. ഇറ്റ്സ് എ ബിഹേവിയർ പാറ്റേൺ, ക്യാരക്ടറൈസേഷൻ ഇസ് ഓൺ സ്പോട്ട് ബിഹേവിയർ പാറ്റേൺ അല്ലേ. അപ്പോൾ അതിൽ ഒട്ടും താല്പര്യമുള്ള ഒരു ആക്ടർ മാത്രം ആവണമെന്ന് പറയുന്നവർ ഡെഫിനറ്റ്ലി രക്ഷപ്പെടില്ല. ഒരു പടത്തിൽ വേണമെങ്കിൽ എസ്കേപ്പ് ചെയ്യിക്കാം, ലോങ് റണ്ണിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. എക്സാക്ട്ലി. ഞാൻ ചോദിക്കാൻ കാരണം നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ, ഞാനത് പേര് പറയുന്നില്ല ആൾക്കാരും, ഒരു പടത്തിൽ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ആക്ട്രസിന്. അപ്പം ഞാനത് അതിന് മാത്രമുള്ള പെർഫോമൻസ്, ആ പടം നല്ലതാണ്, സ്ക്രിപ്റ്റും നല്ലതാണ്, നല്ല ഡയറക്ഷനിൽ വെൽ ഡയറക്റ്റഡുമാണ് പടം. ഞാൻ വീണ്ടും അത് കണ്ട് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അങ്ങനെ ഭയങ്കര പെർഫോമൻസ് ആയിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ പിന്നീട് ഞാൻ നോക്കിയപ്പോഴാണ് ഡയറക്ടറും ക്യാമറാമാനും അവർക്ക് നന്നായിട്ട് അറിയാം ദ ലിമിറ്റേഷൻ ഓഫ് ദി ആക്ട്രസ്.
അവർ വച്ചിരിക്കുന്ന ആംഗിൾ ഉം. ഇങ്ങനെ ലൈക്ക് ഒരു ദേഷ്യം അല്ലെങ്കിൽ കോൺഫ്ലിക്ച്വൽ ആയിട്ടുള്ള വരുമ്പോൾ ദേ വിൽ സൂം ഓൺ ടു ഇപ്പോൾ അടുപ്പിലോ എവിടെയെങ്കിലും ഒന്ന് ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കൊടുക്കും. അപ്പോൾ നമുക്ക് തോന്നും പുള്ളിക്കാരത്തി ഭയങ്കര അധികം അഭിനയിച്ചു. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. അല്ല, ഡെഫിനറ്റ്ലി അത് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതെ, ഒരു പടത്തിലേ ചെയ്യാൻ പറ്റും, അടുത്ത പടത്തിൽ പറ്റില്ല. ഉം. സോ ഒരു പടത്തിൽ യു ക്യാൻ ഒരു ബാഡ് ആക്ടർ അല്ലെങ്കിൽ ആവറേജ് ആക്ടർ ഓർ ഇങ്ങനെയുള്ള ആക്ടേഴ്സ് എസ്കേപ്പ് ചെയ്യിക്കാം, പിന്നെ ഈ കനോട്ട് എസ്കേപ്പ്. എല്ലാ പടത്തിലും പറ്റില്ല. പറ്റില്ല. ഇറ്റ് കനോട്ട് ബി റിപ്പീറ്റഡ്. സർ, ഈ ചില ആൾക്കാർ പറയാറുണ്ട് എനിക്ക് ഒരു റോ ഫീൽ വേണം. ഞാൻ ഈ വേർഡ് കുറേ ഇൻ്റർവ്യൂസിൽ കുറേ ഡയറക്ടർ എനിക്ക് ക്യാമറമാനിൽ നിന്ന് എനിക്കൊരു റോ ഫീലാണ്. ഈ റോ ഫീൽ എന്ന് പറയുന്നത് എനിക്ക് കേൾക്കുമ്പോൾ അത് എന്താണെന്ന്, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് എന്താണ് ഈ റോ ഫീൽ എന്ന് പറയുന്ന ആ ടേം കൊണ്ട് ഡയറക്ടർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. സാറിന് ഒന്ന് പറഞ്ഞുതരാം. സാറിൻ്റെ അടുത്ത് അത് ചോദിക്കുമ്പോൾ അതെന്താണ്, അത് കോമൺ മാൻ പാർലൻസിൽ ഒന്ന് പറഞ്ഞുതരാം. എനിക്കൊന്ന് ആ ഒരു ടേംസ് ഉപയോഗിക്കുന്നത് ഈ ഇടയ്ക്ക് വന്ന ഒരു ടേംസ് ആയിരിക്കും. റാ ഫീൽഡ് എന്ന് പറയുന്ന അങ്ങനെ എൻ്റെ സിനിമാറ്റോഗ്രാഫി ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത പടങ്ങളിൽ അങ്ങനെ ആരും ഉപയോഗിച്ചിട്ടില്ല. റിയൽ ക്യാപ്ചറിങ് എന്ന് പറഞ്ഞിട്ട് ഒരു റസ്റ്റിക്കായിട്ട് ക്യാപ്ചർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഫ്രെയിമിങ് ആവരുത്, സിനിമാറ്റിക് ആവരുത്, ഡെലിബറേറ്റ് ആവരുത്, ഇങ്ങനെയുള്ള വാചകങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതെന്താണെങ്കിൽ റാ എന്ന് പറയുന്നത് എനിക്ക് ഉദ്ദേശിക്കുന്നത് ഇതായിരിക്കും. ചിലപ്പം നാച്ചുറലായിട്ട് ക്യാപ്ചർ ചെയ്യുന്നു, വാട്ട് ഈസ് അവൈലബിൾ യു ക്യാപ്ചർ നാച്ചുറൽ. അങ്ങനെ കുറേ ഫിലിംസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ടെലിവിഷൻ ക്യാപ്ചറിങ് ഇല്ലേ, ഇപ്പം ഞാൻ പറഞ്ഞ ഗോൾഡൻ ടെമ്പിൾ, ഇറ്റ്സ് നത്തിങ് ആർട്ടിഫിഷ്യൽ. യു ക്യാപ്ചർ. ഒരു ബോംബ് ബ്ലാസ്റ്റ് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നാച്ചുറൽ. പീപ്പിൾ ആർ റണ്ണിങ് വിത്ത് ടിയേഴ്സ്, ചോര ഇതൊക്കെ കൊണ്ട് ഓടുന്നത് ഞാനും ക്യാമറ കൊണ്ട് ഓടിയിട്ടുണ്ട്. അല്ല വാർഫിൽ കിട്ടുന്ന വിഷ്വൽസാണ്. ഇതെല്ലാം എഡിറ്റ് ചെയ്ത് വരുമ്പോൾ മൊത്തത്തിലൊരു പാനിക്കോ ഉണ്ടാവും. എഡിറ്റിങ്ങിലാണ് ഫിലിം ഇസ് ബോൺ ആണ് എഡിറ്റിംഗ് ലെവലിൽ നിന്നാണ് എനിക്ക് അറിയപ്പെടുന്നത്. അപ്പം ആ ഒരു ക്യാപ്ചറിങ്, നാച്ചുറൽ ക്യാപ്ചറിങ്. ഇപ്പം കാഴ്ചയിൽ കുറേ സീൻസ് അങ്ങനെയുണ്ട്, ഇറ്റ്സ് അൺപ്ലാൻഡ് പോലെ തോന്നും. ഒരേ കടലിൽ തോന്നും. ഒരേ കടലിൽ ഈവൻ ദോ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് ഇൻഡോർ ഫിലിം ആണെങ്കിലും ഇതുപോലെ വാട്ട് യു സെഡ് റാ ക്യാപ്ചറിങ് ആണ്. ആ സമയത്തിൽ കിട്ടുന്ന ഇത് പിടിക്കാൻ അറിയണം. അങ്ങനെയാണ് പലതും. അത് നമ്മൾ വേറൊരു അരികേന്നൊരു പടം ചെയ്ത്, അത് ഞങ്ങൾ ശ്യാമപ്രസാദ് ഞാൻ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് ആക്ടേഴ്സിൻ്റെ സീൻ വായിക്കാം, വെച്ചിട്ട് അവരെ അഭിനയിക്കാൻ പറയും. ഇങ്ങനെയൊരു ടെക്നിക്കുണ്ട്. അവിടെ പോയി പേന എടുക്കണം, ഇവിടെ പോയി ബുക്ക് എടുക്കണം, ഇങ്ങനെയൊക്കെ എഴുതി സ്ക്രിപ്റ്റിൽ ഇത് ഉണ്ടാവും. ഇത് വായിച്ചിട്ട് ശ്യാമപ്രസാദ് പറയും ദർ ഇസ് എ ബുക്ക് സംവെയർ, യു ക്യാൻ ടേക്ക് ദ ബുക്ക്. അപ്പോൾ അവർ പ്ലാൻ ചെയ്യും എവിടെ ബുക്ക് വെച്ചാൽ അവരുടെ ബോഡിയിൽ യൂസ് ചെയ്ത് വെച്ചിട്ട്. അങ്ങനെ ചെയ്തപ്പോഴാണ് അറിയുക. അതിൽ വന്നിട്ട് ഒരു സിനിമാറ്റോഗ്രാഫറോ ഡയറക്ടറോ കൂടുതൽ ആക്ടേഴ്സിന് ഫ്രീഡം കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കണം. അത് റോ ക്യാപ്ചറിങ് ആ ഒരു ടേംസിൽ പറയണം. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ലൈറ്റ് പൊതുവെ ഒരു യുണീക്കാണ്. ഇപ്പോൾ മൺസൂൺ ഡിഫ്യൂഷൻ, ട്രോപ്പിക്കൽ ഹാർഷ്നെസ്സും ബാക്ക് വാട്ടർ റിഫ്ലക്ഷൻസും ഒക്കെ ഉണ്ട്. ഈ ഒരു ജോഗ്രഫി ലൈറ്റിനെ ഈ DOP എന്ന നിലയിൽ എങ്ങനെയാണ് റീഡ് ചെയ്യാൻ പറ്റുക, പെട്ടെന്ന് എങ്ങനെ അസസ് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ചേഞ്ചിങ് ടൈംസ് ആണ് മിക്കവാറും ഈ സീയിലൊക്കെ ആണെങ്കിൽ തന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ എങ്ങനെ ഒന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് ലൈറ്റ് വയ്ക്കാൻ പറ്റുന്നു എന്നുള്ളത്. ഇപ്പം ചാന്തുപൊട്ട് ഞാൻ ചെയ്യണോ വേണ്ടെന്നോ ഒരു കൺഫ്യൂഷനായ ഫിലിമാണ്. അതിൻ്റെ കാരണം എൻ്റെ മനസ്സിൽ നേരത്തെ പറഞ്ഞ ചെമ്മീൻ, അത് കഴിഞ്ഞിട്ട് അമരം, ഇത് 2 പടങ്ങളും ഭയങ്കര ഇൻസ്പയർ ചെയ്ത ഫിലിമാണ്. അപ്പോൾ ഞാനൊരു കടൽ പടം ചെയ്യുമ്പോൾ അതുപോലെ ഒരു സ്റ്റോറി കിട്ടുവാണെങ്കിൽ മാത്രമേ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കുറേ കാലമായിട്ട് ഒരു കടൽ പടം ആഗ്രഹിച്ചിരുന്നു മനസ്സിൽ. പക്ഷേ ഡെഫിനറ്റ്ലി നല്ല പടമായിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പടം നല്ല പടം എന്ന് പറഞ്ഞാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ചിലപ്പം കിട്ടും, ചിലപ്പം തുടങ്ങിയ ശേഷം പല സിറ്റുവേഷനിൽ അത് മോശമായി പോകുന്നു. ഒരു ആൾ എനിക്ക് തോന്നുന്നില്ല ഒരു ബാഡ് ഫിലിം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആരും എടുക്കത്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാന്തുപൊട്ട് വിളി വരുന്ന് എന്നെ വിളിച്ചത് ആൻഡ്രോ ജോസഫാണ്. ചേട്ടാ അങ്ങനെ ഒരു പടമുണ്ട്, ലാൽ ജോസിൻ്റെ ഒരു ഫിലിം. അപ്പോൾ ഐ വാസ് ഹാപ്പി. ലാൽ ജോസ് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ക്ലാഷ് വർക്ക് അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതർവൈസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അന്ന് മിശ മാധവൻ ക്ലിക്കായിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഞാൻ ചന്ദ്രോത്സവത്തിൽ നിന്ന് അടുത്ത സ്വിച്ച് ഓവർ അതായിരിക്കും, നോക്കാം എന്ന് പറഞ്ഞു.
കഥ കേട്ടപ്പം മൊത്തം കഥ പറഞ്ഞത് ബെന്നി ബെന്നി പി. നായരമ്പലം. ഞാൻ കഥ കേട്ടിട്ട് ആദ്യം ഭയങ്കര കൺഫ്യൂഷൻ. കാരണം ഇത് മൊത്തം പുള്ളി വായിക്കുമ്പോൾ ഹ്യൂമറായിട്ടായിരിക്കുന്നു. മൊത്തം ഒരു ഹ്യൂമർ പടം. ഡെഫിനറ്റ്ലി എന്താ പറയുക, ഒരു ബീച്ച് സൈഡിൽ പോയി എടുക്കാൻ പറഞ്ഞ് എങ്ങനെ ഉണ്ടാവുമെന്ന് ഒരു വിഷ്വലൈസേഷൻ പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എൻ്റെ മനസ്സിൽ ഫുള്ള് ഓടിക്കൊണ്ടിരിക്കുന്ന ചെമ്മീനും അമരവും. അതിൽ നിന്ന് എനിക്ക് തിരിച്ച് വരാൻ പറ്റില്ല. അപ്പോൾ എന്താ അഴകപ്പൻ ഇഷ്ടപ്പെട്ടാൻ കഥ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ, അല്ലേ 2 ദിവസം കൂടെ താമസിച്ചോട്ടെ, എനിക്ക് കൺഫ്യൂഷനായി ഇത് ചെയ്യണം വേണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ട്രിവാൻഡ്രം വരെ പോയിട്ട് പറയാം, എനിക്ക് അച്ഛൻ്റെ ഫാമിലി പ്രോബ്ലം ഉണ്ട് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് വീട്ടിലിരുന്ന് ആലോചിച്ച് ഇത് ചെയ്യണോ, ചീറ്റി പോവോ, കടല ഇത്ര ഈ പടം ഫുള്ള കോമഡി സീൻ വായിച്ചാൽ ഇങ്ങനെ ഒരു വിഷ്വൽ പാറ്റേണേ ഇല്ല. പക്ഷേ എനിക്കൊരു മനസ്സിലൊരു ധൈര്യം വന്നത് എന്താണെങ്കിൽ നമ്മുടെ ലാൽ ജോസ് ആയതുകൊണ്ട് എന്തെങ്കിലും വിഷ്വൽ പാറ്റേൺ ഇല്ലാതെ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് തീരുമാനം എടുത്തിട്ട് ലാൽ തിരിച്ചു വിളിച്ചു എന്ന് കാണുകയാണ്. അപ്പോൾ എപ്പം ഫ്രീ ആണ് ഉടനെ വന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി. ഞാൻ പറഞ്ഞ് ഇത് നമ്മൾ 6 മണിക്ക് മുമ്പ് ഷോട്ട് എടുക്കണം, 6 മണിക്ക് തുടങ്ങണം, ഒരു 10 മണി വരെ 10:30 വരെ. അത് കഴിഞ്ഞ് കടലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ബ്ലീച്ചാവും. അത് കഴിഞ്ഞ് ഇൻഡോർ സൈഡ് ഷാഡോ പോർഷൻ ഇൻഡോർ ഇതെല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്യാം, പിന്നെ ക്ലോസിപ്സ് അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 2:30 മണിക്ക് തുടങ്ങണം. അപ്പോൾ ഓക്കെ ആയി, എല്ലാം ഓക്കെ ആയി. ദിലീപാണ് ആർട്ടിസ്റ്റ്. അപ്പം ദിലീപ് ഒരിക്കലും രാവിലെ അതിന് മുമ്പ് വിളിച്ചിരിക്കുക പുള്ളി ഏർലി മോർണിംഗ് വരുന്ന കക്ഷിയല്ല. പുള്ളി കിടക്കുമ്പോൾ തന്നെ 11-12 മണിയാവും. അപ്പോൾ എനിക്കൊരു ഡൗട്ടായി ഇത് നടക്കുമെന്ന്. അപ്പം നമ്മൾ ഏർലി മോർണിംഗ് ദിലീപ് വരുന്നു. അപ്പോൾ ബാക്കിയുള്ള സീൻസൊക്കെ നമ്മൾ ചെയ്യാം. അപ്പം ദിലീപ് ഒരു 8 മണിക്ക് വന്നാലും മാച്ച് ചെയ്യാനുള്ള ഐഡിയ വന്നു. അങ്ങനെ പടം തുടങ്ങി, എല്ലാം ഓക്കെ ആയി. ഞാൻ പറയും കുറേ ട്വൈലൈറ്റ് എടുക്കണം, ഏർലി മോർണിംഗ് എടുക്കണം. കടൽ ഇങ്ങനെ ഒരു ഫിയർ ഉണ്ടായിരുന്നു അത് ചെയ്യും മുമ്പ് എനിക്ക് ഉള്ളിൽ, ചിത്തപ്പേരായുമെന്ന്. അപ്പോൾ ദിലീപ് വന്നു. ഫസ്റ്റ് ഡേ വന്നപ്പോൾ 11:35. അന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ആരുടെടുത്തും പറയാതെ സ്ഥലം വിടാം, ഈ പടം ചെയ്യാൻ പറ്റില്ല. കാരണം 11:35 ഇറ്റ്സ് ബ്ലീച്ചാണ്. സാൻഡ് ഒന്ന് വൈറ്റിഷ് ആയിരിക്കുന്നു, സ്കൈ വൈറ്റിഷ് ആയിരിക്കുന്നു, കടൽ മൊത്തം ബ്ലീച്ചായി കിടക്കുന്ന വാട്ടർ. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ശരിയാവില്ല പറഞ്ഞ് ലാൽ ജോസിൻ്റെ 5 ബ്രേക്കിൽ പറഞ്ഞു. ഭയങ്കര പാടായിപ്പോയി. 11:35 പുള്ളി വന്നത്. അപ്പോൾ ഡെയിലി ഇങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റും? കടൽ ബ്യൂട്ടി പോകില്ലെന്ന്. ഇല്ല ഞാൻ പറയാം, സംസാരിക്കാൻ പറഞ്ഞു. അടുത്ത ദിവസം തൊട്ട് ഞങ്ങൾ 4 മണിക്ക് ലൊക്കേഷനിൽ പോകും, ഏർലി മോർണിംഗ്. ഞാനും എന്തെങ്കിലും നേച്ചർ ഷോട്ട് എടുക്കും, അല്ലെങ്കിൽ ചെറിയ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യും. പിന്നെ ദിലീപ് വരാൻ തുടങ്ങി. അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലായി. കാരണം എന്നാലും മെയ് മാസത്തിൽ അങ്ങനെ ഒരു കടൽ പടം കിട്ടിയത് എനിക്ക് ബാലുമഹേന്ദ്ര അപ്രിഷ്യേറ്റ് ചെയ്തപ്പോഴാണ് ഭയങ്കര കോൺഫിഡൻ്റായി ആ പടം കണ്ടിട്ട്. ബാലുമഹേന്ദ്ര പോലെ ഒരു സിനിമാറ്റോഗ്രാഫർ കണ്ടിട്ട് യുവർ എക്സലൻറ്റ് ജോബ് എന്ന് പറഞ്ഞു. സോ അതാണ് ഈ ചിലതൊക്കെ പ്ലാൻ ചെയ്ത് നടക്കാതെ പോകും, ചിലത് നമ്മൾ പ്രീ പ്ലാനിൽ നടക്കും. ഇത് അൺപ്ലാൻഡ് കുറേ സംഭവങ്ങൾ നടന്ന് ചാന്തിക്കൊട്ടില്ല. സർ ഞാൻ ഇടയ്ക്കൊരു സിനിമാറ്റോഗ്രാഫറിൻ്റെ അടുത്ത് കുറേ നാൾ മുമ്പ്, പുള്ളിക്കും സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയൊരു പടമുണ്ട്, നല്ല പടമാണ്, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു എനിക്ക് സിംഗിൾ ഷോട്ട് എങ്ങാണ്ടാണ്. അപ്പം ഞാൻ പുള്ളി എടുത്ത് പറഞ്ഞാൽ ആ സിംഗിൾ ഷോട്ട് ഭയങ്കര രസമായിരുന്നു എന്ന് പറഞ്ഞു. ആ സിംഗിൾ ഷോട്ട് എടുക്കാൻ പുള്ളി കേട്ട തെറിക്ക് കയ്യും കണക്കുമില്ല. കാരണം അത് ലൈറ്റപ്പ് ചെയ്യാൻ ഏകദേശം 1.5 മണിക്കൂർ എടുക്കും. അപ്പം ഞാൻ നോക്കുമ്പോൾ ലൈറ്റപ്പ് ഞാൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസർ നോക്കുമ്പോൾ പുള്ളി വരുന്നുണ്ട്, ആക്ടേഴ്സ് ചുമ്മാ ഇരിക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ ഇവരിയ്ക്കുന്നു. എന്താ എന്ന് ചോദിക്കുമ്പോൾ അത് ക്യാമറാമാൻ ടൈം എടുക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ടെക്നിക്കൽ നോ ഹൗ വർക്ക് ചെയ്യുന്നവർക്കും പ്രൊഡക്ഷൻ വിങ് സൈഡിലും ഇതില്ലാത്തത് ക്യാമറാമാൻ എത്രത്തോളം ചലഞ്ചിങ്ങാണ്. കാരണം ഈ ലൈറ്റപ്പ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഒബ്വിയസ്ലി കൂടുതലാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് പറ്റില്ല. അത് സാറിന് എന്താണ് തോന്നുന്നത്? അത് ശരിയാണ്. അത് മലയാള സിനിമയിലെ തുടക്കത്തിൽ ഇത് തമിഴ് സിനിമ ഹിന്ദി സിനിമയിലെ ലൈറ്റപ്പ് ലേറ്റായി എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ്സ് കേൾക്കാറില്ല. മലയാള സിനിമയിലെ തുടക്കം കാലത്തിൽ എൻ്റെ തുടക്കാലത്തിലുള്ള അഴകപ്പണ്ണ ഇത് ആർട്ട് ഫിലിമല്ല എന്ന് പറയും കമൻറ്റ് ബാക്കിൽ നിന്ന് തമാശ അടിക്കുന്നു. അപ്പോൾ ഡയറക്ടേഴ്സ് ഞാൻ പറയും ഓക്കെ എന്നെ മാറ്റിക്കോ മാത്രം മറുപടി പറയും, വേറെ ഒന്നും പറയത്തില്ല. പിന്നെ ഇത് എന്താ പറയുക, എൻ്റെ പടം 100 ദിവസം ഓടണം അഴകപ്പച്ചേട്ടാ, അവാർഡ് മാത്രം കിട്ടിയാൽ പോരെ എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ കമൻറ്റ്സ് കിട്ടും. പക്ഷേ ഞാൻ അത് സ്പോർട്ടീവായിട്ട് തന്നെ എടുക്കും. അപ്പോൾ ഒരു പടത്തിൽ ഞാൻ ടാർച്ച് മാത്രം വെച്ചിട്ട് ഒരു സീൻ ഷോട്ട് എടുത്ത്, ടാർച്ച് മാത്രം റിയലായിട്ട് ആ പിക്ചർ ശേഷം മതിയെന്ന്. പക്ഷേ അതിൻ്റെ ഡയറക്ടർ ഒരുപാട് ആദ്യം ഭയങ്കര കമൻ്റ് അടിച്ച ഡയറക്ടറെ ഞാനത് സ്പോർട്ടീവായിട്ട് തന്നെ എടുത്ത്.
തമാശയായിട്ട് തന്നെ ഞാനും അത് കണക്കാക്കി ഫീൽ ചെയ്തില്ല. പക്ഷെ പടം വന്നപ്പം എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഒരു ഇംഗ്ലീഷ് പടം പോലെ എൻ്റെ ഇൻട്രൊഡക്ഷൻ സീൻസ് ഉണ്ടായിരുന്നു. അതാണ് ടെക്നിക്കൽ ഇപ്പോൾ ഞാൻ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്ത കാലഘട്ടത്തിൽ ഞാൻ 4-5 ജനറേഷൻ കൂടെ വർക്ക് ചെയ്തു. ഞാൻ വർക്ക് ചെയ്ത് വളരെ 20 ഇയേഴ്സിൽ തുടങ്ങി. ഇപ്പം എൻ്റെ അബോവ് 65 ഏജിൽ ഐ എം വർക്കിംഗ് വിത്ത് 24 ഇയേഴ്സ് ഡയറക്ടേഴ്സ് കൂടെയാണ്. എനിക്ക് മനസ്സിലാക്കുന്നത് എന്താണെങ്കിൽ അവർ ടെക്നിക്ക് അറിയാം, ടെക്നോളജി. ഇപ്പോൾ യൂത്ത് ഡയറക്ടേഴ്സിൻ്റെ അതൊരു ഭയങ്കര ക്വാളിഫിക്കേഷനാണ്. ദേ ഓൾസോ നോ വാട്ട് ഈസ് സിനിമാറ്റോഗ്രാഫി, വാട്ട് ഈസ് സൗണ്ട് ഇമ്പോർട്ടൻസ് ഇല്ലാതെ ഒരു മീഡിയ വരുന്നത് നമ്മുടെ മലയാള സിനിമ. അതിനൊരു ഇമ്പോർട്ടൻറ്റേ കൊടുക്കില്ല, എല്ലാം ഡബിലേ ചെയ്യാൻ. ഇപ്പം അങ്ങനെയല്ല, റിയൽ ക്യാപ്ചറിങ് എന്ന് പറയുന്ന സംഭവം തന്നെ ആയിക്കഴിഞ്ഞു. സോ ഇപ്പോൾ യങ് ജനറേഷൻ സിനിമാറ്റോഗ്രാഫേഴ്സ് ഭയങ്കര ഈസിയാണ് വർക്ക് ചെയ്യാൻ. കാരണം ഡയറക്ടേഴ്സ് നോസ് എ ടെക്നോളജി. അന്ന് ഭയങ്കര ഒരു ഹാർഡ്ലി ഒരു പ്രിയദർശൻ ചേട്ടൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ഈ നോസ് എ ടെക്നിക്. സത്യേട്ടന് എന്തുണ്ടെങ്കിലും നമ്മൾ കോംപ്ലിക്കേഷൻ പറഞ്ഞാൽ ഈ വിൽ അക്സെപ്റ്റ്. ശ്യാമപ്രസാദ് ഈ നോസ് ദ ടെക്നിക്, ലാൽ ജോസ് ഈ നോസ് ദ ടെക്നിക്. അങ്ങനെ കുറേ ടെക്നിക്ക് അറിയുന്നവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ കംഫർട്ടബിളും. ബാക്കിയുള്ളവർ നമ്മൾ അഴകപ്പൻ ഭയങ്കര ലേറ്റ് ആകുന്നതാണ്. നമ്മൾ എക്സ്പെരിമെൻ്റാണ് ചെയ്തത്. കഴിഞ്ഞ പടത്തിൽ ചെയ്ത അതേ ലൈറ്റിങ് വേണ്ട, ഈ ഒരു വ്യത്യാസം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ സീൻസ് അങ്ങനെയല്ലേ വരുന്നത്. ഡിഫറെൻ്റ് ആയിട്ട് വരുമ്പോൾ യു ഹാവ് ക്രിയേറ്റഡ് ഡിഫറെൻറ്റ് ഇമേജസ്. അത് കമൻസ് പറഞ്ഞ് കിട്ടിക്കാണും അത്. പക്ഷേ റിസൾട്ട് കാണുമ്പോഴാണ് അവർ മനസ്സിലാക്കും. സാറ് ഞാൻ നേരത്തെ ചോദിക്കാറുന്ന ചോദ്യമാണ്. ഇപ്പോൾ ചാന്തുപൊട്ട് തന്നെ എടുക്കാം. ചാന്തുപൊട്ടിൻ്റെ സിനിമാറ്റോഗ്രാഫി കണ്ടിട്ടായിരിക്കാം അടുത്ത പടത്തിന് എൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. സാറ് പക്ഷേ എല്ലാ പടത്തിലും ഈ പടത്തിൽ ചെയ്ത സാധനം പാടില്ല അടുത്ത പടത്തിൽ എന്നുള്ള റെപ്പറ്റീഷൻ വേണ്ടാന്ന് വിചാരിക്കും. പക്ഷെ ഡയറക്ടർ ചൂസ് ചെയ്യുന്നത് ഇല്ല, എനിക്ക് ആ പടത്തിൽ ആ സാധനം തന്നെ വേണമെന്ന് പറഞ്ഞു. ഇതെങ്ങനെ? ഡെഫിനറ്റാണ്. കാരണം അവർ കമ്പയർ ചെയ്തുകൊണ്ട് കഴിഞ്ഞ എൻ്റെ ഒരു ഹിറ്റ് ഫിലിം ആയിരിക്കും. സക്സസ് സംഭവമായിട്ടാണ്. നല്ല പടങ്ങൾ, ടാലൻറ്റും സക്സസ് രണ്ടാണ്. എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നത്. സോ സക്സസ് ആകുന്ന എല്ലാം ബെസ്റ്റ് വർക്കെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ബെസ്റ്റ് വർക്ക് എല്ലാം സക്സസ് ആയിട്ടില്ല, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ കഴിഞ്ഞ സക്സസ് വെച്ചിട്ടാണ് അതുപോലെ സെയിം ചാന്തുപൊട്ട് നമുക്ക് പാറ്റേൺ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയ അതേ ആംഗിൾ, അതേ ലെൻസിങ്, അതേ ലൈറ്റിംഗ് പാറ്റേൺ, അതേ കോസ്റ്റ്യൂം ഡിസൈനിങ് എല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കാണുമ്പോൾ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഈസി കമൻറ്റിൽ പോകും. ഒരു വ്യത്യാസം വരുമ്പോഴാണ്. കാരണം മെഴിരണ്ടിലും, ഫോർ എക്സാമ്പിൾ, മെഴിരണ്ടിലും കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് പോയ പടമാണ് തിളക്കം. അത് ഭയങ്കര സീരിയസ് മൂവിയാണ് മെഴിരണ്ടിലും. കാവ്യയുടെ കഥാപാത്രവും ഇന്ദ്രജിത്തിൻ്റെ ക്യാരക്ടറും ഭയങ്കര ബ്യൂട്ടിഫുൾ ക്യാരക്ടേഴ്സാണ്. അത് കഴിഞ്ഞിട്ട് എമോഷണൽ ഫിലിമാണത് എനിക്ക്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഞാൻ വേറൊരു പടത്തേക്ക് ഒരു ബന്ധമില്ലാത്ത ഒരു സിനിമ നമ്മൾ അടുത്ത പടത്തിൽ പോകുന്നു ഇല്ലേ, തിളക്കം. മൊത്തം ഹ്യൂമർ. അപ്പോൾ ഹ്യൂമറാണെങ്കിൽ ഈസി ആക്കരുതെന്ന്, ഹ്യൂമർ പടം എന്ന് പറഞ്ഞിട്ട് ഈസി ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഷൂട്ട് ചെയ്തതാണ്. അവിടെയും ഒരു വിഷ്വൽ കോൺസെപ്റ്റ് ഉണ്ട്. അപ്പം ആ ഡയറക്ടർ കൂടെ ഇരുന്നിട്ട് പുഷ്പരാജായിരുന്നു ചാന്തുപൊട്ടും വർക്ക് ചെയ്ത്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ആർട്ട് ഡയറക്ടർ ഞാൻ വർക്ക് ചെയ്തില്ല. കുറേ നല്ല ആർട്ട് ഡയറക്ടേഴ്സ് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ എനിക്ക് ഒരുപാട് സഹായമാണ്. പട്ടം പോലെയാണെങ്കിലും നമ്മുടെ ഗോകുൽദാസ്, പ്രേമൻ എന്നൊരു ആർട്ട് ഡയറക്ടർ, എൻ്റെ എല്ലാ ബാവ, ഇങ്ങനെ പല ആർട്ട് ഡയറക്ടേഴ്സ് വരുമ്പോൾ അവരുടെ ടേസ്റ്റും വരുമ്പോൾ എൻ്റെ വിഷ്വൽ പെർസ്പെക്റ്റീവ് മാറും. സാറ് മാറ്റുന്നുണ്ട്, പക്ഷെ ഡയറക്ടർ ഇൻസിസ്റ്റ് ചെയ്യാറില്ലേ? ഡയറക്ടർ പറഞ്ഞാൽ റിപ്പീറ്റ് വേണ്ടെന്ന് ഞാൻ പറയും. റിപ്പീറ്റ് വേണ്ട, അത് കണ്ടു കഴിഞ്ഞാൽ റിപ്പീറ്റ് ആവൂലേ എന്നൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കി കൊടുക്കും. ഭയങ്കര ഐ എം വെരി ലക്കി ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ഡയറക്ടേഴ്സ്, ഞാൻ ഇത്ര മോർ ദാൻ 300 ഡയറക്ടേഴ്സ് കൂടെ ഓൾ ഓവർ ഇന്ത്യ വർക്ക് ചെയ്തിട്ടുണ്ട്. 2-3 ഡയറക്ടേഴ്സ് മാത്രമേ പിണങ്ങേണ്ടി വന്നിട്ടുണ്ട്, വർക്ക് വിട്ടിട്ട് പോയിട്ടുണ്ട്. പിന്നെ ആ 3 വർക്കും ഫ്ലോപ്പായി ആക്ച്വലി. അപ്പോഴാണ് അതിൻ്റെ ഹീറോ ആയിട്ടോ പ്രൊഡ്യൂസറോ ആയിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, അന്ന് അഴകപ്പം പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം. അത് ഡെഫിനറ്റ്ലി അത് അവരുടെ ഇഷ്ടമാണ് പറയാനുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലൊന്നും വയ്ക്കത്തില്ല. ഇതേ ഡയറക്ടേഴ്സ് തന്നെ എന്നെ വിളിച്ച് സോറിയും പറഞ്ഞിട്ടുണ്ട് പടം ഇറങ്ങിയിട്ട്. ഐ എം സോറി, അന്ന് മനസ്സിലാക്കില്ല. ഇറ്റ് ഹാപ്പൻസ്. ഇപ്പോൾ ഒരു കൊളാബറേറ്റീവ് രീതിയിലാണ് സാർ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ ചില മൂമെൻറ്റ്സ് കാണും സാർ ഇപ്പോൾ പറഞ്ഞ പോലെ. ഒരു ഡയറക്ടറിൻ്റെ വിഷ്വൽ ഐഡിയ അത് സ്ക്രിപ്റ്റുമായിട്ട് ഒത്തുപോകാതിരിക്കുക കേൾക്കുമ്പോൾ. അതായത് സാർ സ്ക്രിപ്റ്റ് കഴിയുമ്പോൾ സാറിനൊരു ഐഡിയ കിട്ടി,
ബട്ട് വിഷ്വലി പുള്ളി പറഞ്ഞു തരുമ്പോൾ ഇതല്ലല്ലോ ഈ കഥയ്ക്ക് വേണ്ട ഒരു വിഷ്വൽ സംഭവം എന്ന് സാറിന് തോന്നുകയും അതെങ്ങനെയാണ് അതൊരു എന്നിട്ടും അതൊന്ന് സോൾവ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? അതായത് അല്ല ഈ താങ്കൾ ഉദ്ദേശിച്ച സാധനമല്ല, ഇത് ഇങ്ങനെ ആയിരുന്നായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് ഞാൻ ആർഗ്യൂ ചെയ്യില്ല. അവരുടെ അഭിപ്രായം പറയുമ്പോൾ അഴപ്പന് ഇത് ശരിയായില്ല, അത് അങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയും പറഞ്ഞു ഓക്കെ എന്ന് പറയും. ഓക്കെ പറഞ്ഞിട്ട് ഞാൻ കൂടെ ട്രാവൽ ചെയ്യാം അവരുടെ കൂടെ തന്നെ. ഒരു 2 ഷോട്ട് കഴിയുമ്പോൾ പതുക്കെ ഫസ്റ്റ് ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നെ ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ അവരുടെ കൂടെ സറണ്ടറായിട്ട് പിന്നെ എനിക്ക് എന്ത് വേണം ഞാൻ ഏറ്റെടുക്കും. അങ്ങനെയാണ് എല്ലാ പടങ്ങളിലും വ്യത്യാസം ചെയ്യാൻ പറ്റി. അവർ മനസ്സിലാക്കി കൊടുക്കും, വേണ്ട അത് റിപ്പീറ്റഡ് ആവും. കഴിഞ്ഞ പടത്തിൽ ഇപ്പം വെയിൽ പടം പോയപ്പം ചാന്ത് പൊട്ട് കഴിഞ്ഞിട്ടാണ് വെയിലിൽ പോകുന്നത്. അതിൽ വന്നിട്ട് പാട്ട് പിക്ചറൈസേഷൻ ചെയ്തപ്പം പുള്ളി സെറ്റ് ഇടണം പറഞ്ഞു ഡയറക്ടർ, പ്രൊജക്ഷൻ വസന്ത് ബാലൻ. അപ്പം ഞാൻ പറഞ്ഞു വസന്ത് ബാലൻ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ പടത്തിന് ആർട്ടിഫിഷ്യലാവും, ലെറ്റ് us ഷൂട്ട് ഇൻ ദ റിയൽ ലൊക്കേഷൻ പ്രൊജക്ടർ റൂം. അങ്ങനെ ചെങ്കൽപ്പെട്ടിലെ ഒരു തിയേറ്ററുണ്ട്, അവിടെയാണ് റിയൽ ലൊക്കേഷൻസ് ഉണ്ട് പറഞ്ഞ് അത് പൊളിക്കാൻ പോകുന്ന തിയേറ്ററാണ് എന്ന്. അപ്പോൾ അവിടെ പോയി പെർമിഷൻ വാങ്ങിച്ചു. ആ കൺജസ്റ്റഡ് റൂമിലാണ് മൊത്തം ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പടം ഹിറ്റാകുമ്പോൾ പുള്ളിക്ക് അത് മനസ്സിലായി, സെറ്റ് ഇട്ടിരുന്നെങ്കിൽ ആർട്ടിഫിഷ്യാലിറ്റി എവിടെയെങ്കിലും വരും. ആ നാരോ പാത്ത്, ആ നാരോ സ്പേസ് അതെല്ലാം നന്നായിട്ട് യൂസ് ചെയ്തു. അപ്പം നമ്മുടെ കൂടെ അങ്ങനെ ഒരു തീം കിട്ടുവാണെങ്കിൽ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ലെൻസസ് ഉണ്ട് നമ്മളെ സഹായിക്കാൻ. അപ്പോൾ അവർക്ക് നമ്മൾ അവർ കൂടെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ മനസ്സിലായി കഴിഞ്ഞാൽ ഈ ലെൻസസ് എന്ന് പറയുന്ന സംഭവങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലുള്ളത്. അപ്പോൾ വെയിൽ ഒന്ന് ശാന്തപ്പെട്ടിൽ ചെയ്ത പാട്ട് പോലെ അതേ പിക്ചറൈസേഷൻ തന്നെ ചെയ്യണം പറഞ്ഞു. ചാന്തു കുടഞ്ഞ് ആ പാട്ട് ഞാൻ പറഞ്ഞു ടു കമേഴ്ഷ്യൽ ഉരുകതേ പാട്ട്. അപ്പം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ് ആ പാട്ട് ഞാനാണ് ഷൂട്ട് ചെയ്തു. അത് റിപ്പീറ്റ് ചെയ്തത്. അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കാണുമ്പോൾ അടുത്തടുത്ത ടെലികാസ്റ്റ് വരുമ്പോൾ കാണുമ്പോൾ ടെലിവിഷനിൽ വരുമ്പോൾ കളിയാക്കും, അതേ സംഭവം തന്നെ. അപ്പോൾ അതുകൊണ്ട് വി വിൽ ഡു റസ്റ്റിക്കായിട്ട് ചെയ്യാം. വിൽ ഡു ഇറ്റ് വാട്ട് ഈസ് അവൈലബിൾ. വിൽ നോട്ട് ഗോ ഫോർ എ ആർട്ടിഫിഷ്യൽ ക്രിയേഷൻസ്. അപ്പം ഈ അഗ്രീഡ് ആദ്യം കുറച്ച് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്ക് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ വിട്ടുകൊടുത്തു ഓക്കെ എന്ന്. 2-3 ഷോട്ട് ആകുമ്പോൾ പുള്ളി തന്നെ മനസ്സിലായി, ഓ ഇറ്റ്സ് ലുക്കിംഗ് ആർട്ടിഫിഷ്യൽ. ഓക്കെ അപ്പോൾ സാർ യു ഡു ഇറ്റ്, അത്ര അണ്ടർസ്റ്റാൻഡിങ് ആണ്. സാർ ഇപ്പോൾ തമിഴ് സിനിമയും മലയാള സിനിമയുടെയും അല്ല തമിഴ്നാടിൻ്റെയും മലയാളത്തിൻ്റെയും ജോഗ്രഫി ഏകദേശം ഒരേപോലെയാണ്. പക്ഷെ നമ്മൾ തമിഴ് സിനിമയുടെ വിഷ്വൽ പാറ്റേൺ വേറെ, മലയാളത്തിൻ്റെ വിഷ്വൽ പാറ്റേൺ കംപ്ലീറ്റ്ലി വേറെയാണ്. അപ്പോൾ ഈ ഒരു സിനിമാറ്റോഗ്രാഫർ എന്ന നിലയിൽ ഈ വ്യത്യാസം കോൺഷ്യസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരാറുണ്ടോ? അതോ ഓഡിയൻസ് അതിനോട് ഷേപ്ഡ് ആണ്? ഞാനിപ്പോൾ കാണുന്നതൊരു മലയാളം പടമാണ്, ഇപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന വിഷ്വൽ ഇതാണ്, അല്ലെങ്കിൽ തമിഴ് സിനിമയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന വിഷ്വൽ ഇതാണ്. അപ്പോൾ ഓഡിയൻസ് അങ്ങനെ സ്വയം ഷേപ്പ് ചെയ്യുന്നതാണോ, അതോ നമ്മൾ സിനിമാറ്റോഗ്രാഫേഴ്സ് അങ്ങനെ കാണിക്കുന്നതിൻ്റെ ഒരു ഇത്? 2-3 റീസൺ ഉണ്ട്. ഒന്ന് കൾച്ചർ. പെട്ടെന്ന് തമിഴ് ഒരു ഇപ്പം ലൗഡറായിട്ട് സംസാരിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട് തമിഴ്സ്. എങ്ങടാ പോറേ എന്ന് ആദ്യം ചോദിക്കും. മലയാളത്തിൽ എവിടെയാണ് പോകുന്നത്, എടാ എൻ്റെ അടുത്ത് എവിടെയാണ് പോകുന്നത്. രണ്ടാമത് തമിഴിൽ അങ്ങനെ എങ്കടാ പോറേ ഇമ്മീഡിയറ്റ് എമോഷണലാകും. അതാണ് തമിഴ് കൾച്ചർ. അതേപോലെയാണ് അവരുടെ ലൊക്കേഷൻസ് എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ എവ്രിതിങ് ഈസ് ഡിഫറെൻ്റ് ആണ്. ഈ കൾച്ചർ ഈസ് നിയറസ്റ്റ് പ്ലേസ് ആണെങ്കിലും കുറച്ച് ലിവിങ് സ്റ്റൈൽ വ്യത്യാസം വരുന്നു, സംസാരിക്കുന്ന രീതി വ്യത്യാസം വരുന്നത്, അവരുടെ ബോഡി ലാംഗ്വേജ് വ്യത്യാസം വരുന്നത്, ഇതൊക്കെ വരുന്നുണ്ട്, സ്പീഡ്. അപ്പോൾ അതേപോലെ നമ്മൾ തമിഴ് പടത്തിൽ ഇനിയൊന്ന് അതിനു വേണ്ടി ടെക്നിക്കലി അന്ന് ഒരു പെർസെൻറ്റേജ് ഓഫ് മണി ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്. ഇപ്പം മലയാളത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 15% പോലും ടെക്നിക്കൽ റിക്വയർമെൻറ്റ് ഉണ്ടായില്ല. ഒരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 15 രൂപ പോലും പഴയ സിനിമയിലെ ടെക്നിക്കൽ ഒരു മാക്സിമം ഒരു 10 rupees. തമിഴ് സിനിമയിൽ 100 രൂപ ആണെങ്കിൽ 40 രൂപ 40 rupees ഇൻവെസ്റ്റ്മെൻറ്റ് ടെലിവിഷൻ ഇതിനു വേണ്ടി ടെക്നിക്കൽ റിക്വയർമെൻറ്റ്, ക്യാമറയ്ക്ക് വേണ്ടിയും ലൈറ്റ്സിന് വേണ്ടിയും സൗണ്ടിന് വേണ്ടിയും ബാക്കിയുള്ള എല്ലാ ടെക്നിക്കൽ ക്യാമറ അക്സസറീസിന് വേണ്ടിയും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ 60-40% പോയിക്കൊണ്ടിരുന്നു. ഇവിടെ 10% ഉള്ളൂ. 90% നമ്മൾ ബാക്കി കാര്യങ്ങൾക്ക് ഉപയോഗിച്ചത്. അങ്ങനെയാണ് മലയാള സിനിമ. ഇപ്പം അങ്ങനെയല്ല. മലയാള സിനിമ ഇപ്പം മോർ ദാൻ തമിഴ് ഫിലിം ഉപയോഗിക്കാൻ
യൂത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ പടങ്ങളുടെയും ബഡ്ജറ്റും കൂടി. അത് തമിഴിൽ അന്നും ഞാൻ പോകുമ്പോൾ സാർ ഞാൻ ലൈറ്റ് കമ്മിயாக എടുக்கிறீங்கன்னு ഈവൻ ശങ്കർ എൻ്റെ ലൊക്കേഷനിൽ വന്നിട്ട് ചോദിച്ചു, ലൊക്കേഷനിൽ വെയിലിൽ വന്നിട്ട്, സാർ യു ഡോണ്ട് വാണ്ട് ബലൂൺ ലൈറ്റ്, യു ഡോണ്ട് വാണ്ട് ദിസ്. ഞാൻ പറഞ്ഞത് വേണ്ട, അതിൻ്റെ നെസസറി ഇല്ല, സ്ക്രിപ്റ്റ് ഡസൻ നീഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് പോയി പുള്ളി. അത്ര ശങ്കർ ലൊക്കേഷനിൽ വന്നിട്ട് സാർ ഇത് റിസൾട്ട് കണ്ടിട്ട് പുള്ളി വിളിക്കുകയും ചെയ്തു തന്നെ, ഐ ലവ് ദറ്റ് മൂവി. എനിക്കങ്ങനെ ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു ഫിലിമാണ് നിങ്ങളെല്ലാവരും കൂടി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ പടം ചെയ്തപ്പോൾ ഇരുമ്പുക്കോട്ടെ മുരട്ട് സിംഗ് ആ ഫിലിം ചെയ്തപ്പോൾ ശങ്കർ ഡയറക്ടർ എന്നെ കണ്ട് നേരിട്ട് വന്ന് ലാബിൽ, ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. ഇത്ര വലിയ ഡയറക്ടറാണ് അദ്ദേഹം, റോഡ് ക്രോസ് ചെയ്ത് വന്ന് എൻ്റെ കൈ കൂടുതൽ ഷേക്കുന്നത്, അടുത്ത പടത്തേക്ക് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയി. അതും എനിക്ക് തോന്നുന്നു പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആണത്. ഏത്? വസന്ത പാലൻ. എനിക്ക് ലോറൻസ് അഭിനയിച്ച സ്ഥലം അതിൻ്റെ എനിക്ക് ചിമ്പുദേവനാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് റൂമിൽ വെച്ച് ശങ്കർ ഡയറക്ടർ ചോദിച്ചു, വർക്ക് ചെയ്യാൻ പറ്റില്ല? വർക്ക് ചെയ്യാൻ പറ്റും, 3 മാസം ഞാൻ ഫ്രീ ആണെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസത്തിന് വേണ്ടിയാണ് പോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്തോ കാരണം കൊണ്ട് 6 മാസം നീണ്ടുപോയി. അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ 60% ഞാൻ ചെയ്ത പടം. അത് കഴിഞ്ഞിട്ട് പുള്ളി സ്ക്രിപ്റ്റ് വായിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ വിളിപ്പിച്ച് പറഞ്ഞ്, ഈ സ്ക്രിപ്റ്റ് വായിച്ച് ഞാൻ ഭയങ്കര കരഞ്ഞു പോയി. ഐ വാസ് വീപ്പിങ്. ഞാൻ കാരണം എനിക്ക് ഇങ്ങനെ ഒരു പടം ചെയ്യാൻ ഡയറക്ഷൻ പറ്റില്ലല്ലോ, ഞാൻ ചെയ്യുന്ന പടങ്ങളൊക്കെ വേറെ പ്ലാസ്റ്റിക് ഇമേജാണ് പുള്ളി പറയുന്നത്. ഞാൻ സർപ്രൈസാണ് നോക്കി, ഒരു ഡയറക്ടർ ഇങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഹിസ് സിംപ്ലിസിറ്റി. സാർ ഇപ്പോൾ ഞാൻ കുറച്ച് ഇൻ്റർവ്യൂ കേട്ടപ്പോൾ സാറിന് എപ്പോഴും ഈ ഫ്യൂജിയുടെ ക്യാമറ ഒരു ഒബ്സഷനാണ്, യൂസ് ക്യാമറ ഫ്യൂജിയുടെ ഫിലിംസ്. ഫിജിയിൽ ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഫിജി വേണ്ട എന്ന് എല്ലാവരും പറയുമ്പോഴും ഇല്ല, ഫിജിയുടെ ആ ക്യാമറ കൊള്ളാം, അത് നമുക്ക് ഷൂട്ട് ചെയ്യാം, കാഴ്ചയിലൊക്കെ അത് ഷൂട്ട് ചെയ്യാം. അതെന്താണ് ഒരു കോമൺ മാൻസ് ലാംഗ്വേജിൽ ഫിജി, അതെന്തുകൊണ്ടാണ് ആ ടൈമിൽ വേറെ ആൾക്കാർ നോക്കിയപ്പോൾ ഫിജിയുടെ ഈ ക്യാമറ? അതെ അതെ, ഫിജി ഫിലിം ഞാൻ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റോറി ലൈനാണ്. ഒരു ഡിഫറെൻറ്റ് കളർ പാറ്റേൺ വരുമ്പോൾ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ, അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ ഗ്രേഡിംഗ് ഇല്ല. സോ ഡിജിറ്റൽ ഗ്രേഡിങ്ങിൽ വന്ന് എന്ത് കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം. മാനുവൽ ഗ്രേഡിങ്ങിൽ നമ്മൾ നേരത്തെ പ്രിപ്പയർഡ് ആയിരിക്കണം, അത് ലൊക്കേഷനിൽ തന്നെ പ്രിപ്പയർഡ് ആയിരിക്കണം കളർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കാഴ്ചയിലെ ഫസ്റ്റ് ഹാഫ് വന്നിട്ട് ഇൻട്രോവൽ വരെ കൊഡാക്ക് ഇൻസ്ട്രുമെൻറ്റും, അത് കഴിഞ്ഞിട്ടാണ് ഇൻട്രോവലിന് ശേഷം സ്റ്റോറി ലൈൻ മാറുന്നുണ്ട്. അവിടെ ഗുജറാത്ത് പോകുന്നു. ആ ഗുജറാത്ത് പോർഷൻ ഫുള്ള് ഞാൻ ഫിജി, കാരണം രണ്ട് ജോഗ്രഫി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് രണ്ട് കളർ, സിമിലർ കളർ വരണത് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ തിളക്കം ഫിലിമിൽ ഞാൻ ഫിജി ഉപയോഗിച്ചു, പിന്നെ ചോട്ട മുമ്പി ഉപയോഗിച്ച്, ആൻഡ് ഈവൻ ചോക്ലേറ്റിൽ ഉപയോഗിച്ച്. ചോക്ലേറ്റ് ഞാൻ വിളിച്ച് പടം കഴിയുന്ന ദിവസമാണ് ഷാഫി അറിയുന്നത് ഇത് ഫിജിയിലാണ് ഷൂട്ട് ചെയ്തത്. പുള്ളി അപ്സെറ്റായി പോയി. അഴകപ്പ ചേട്ടാ, എൻ്റെ പടം കഴിഞ്ഞ പടം മായാവി എത്ര ദിവസം ഓടി അറിയാവോ, ഇത് നിങ്ങൾ എന്തിനാ ഫിജി ഉപയോഗിച്ചത്? ഞാൻ പറഞ്ഞു ഇതിന് എന്താ ബന്ധം ചോദിച്ച്. പുള്ളി പറഞ്ഞു ഫിജി ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഞാൻ എന്താണ് എല്ലാവർക്കും ഒരു ലോ പ്രൈസ്, അത്രേ ഉള്ളൂ, പ്രൈസ് ലോ. അപ്പോൾ ഒരു കോംപ്ലക്സ് ആണ്, മനസ്സിലായി. കുടിലിൽ ജീവിക്കുന്നവരൊക്കെ നല്ലവരല്ല, ഹൈ ബിൽഡിങ്ങിൽ ജീവിക്കുന്നവരെ ഭയങ്കര നല്ലവരാണ്. എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ അത് ബെറ്റർ ക്വാളിറ്റി വരും. ഫിജി ഹാസ് എ ക്യാരക്ടർ, ഇൻസ്ട്രുമെൻ്റ് ഹാസ് എ ക്യാരക്ടർ. അപ്പം അത് രണ്ട് ഇപ്പോൾ ഡിജിറ്റലൈസേഷൻ വന്ന് അത് നമുക്കില്ല. അതിലും ക്യാമറയിൽ ഉണ്ട്. ഇപ്പം അലക്സ എന്നൊരു ക്യാമറ ഉണ്ട്, റെഡ് എന്ന ക്യാമറ, രണ്ട് ക്യാരക്ടറൈസേഷൻ ഉണ്ട്. സോനി ഇറ്റ് ഹാസ് അനദർ ടൈപ്പ് ഓഫ് ക്യാരക്ടറൈസേഷൻ ഓഫ് ബേസ് ഗ്രേഡ് എന്ന് പറയും. പക്ഷേ ഫിജിക്ക് എൻറ്റേർലി ഡിഫറെൻറ്റ് ബേസാണ്. അതിൽ കിട്ടുന്ന കളേഴ്സ് ഇതിൽ കിട്ടത്തില്ല, ഇതിൽ. അപ്പോൾ എനിക്ക് ഈ ഒരു ഡിഫറെൻ്റായിട്ട് കളർ പാറ്റേൺസ് വേണം പറഞ്ഞ് ഡയറക്ടറോട് ഡിസ്കസ് ചെയ്തിട്ട്, ചോക്ലേറ്റ് മാത്രം ഡിസ്കസ് ചെയ്തിട്ടില്ല, കാരണം അത് പ്രൊഡ്യൂസർ വാസ് ഹാപ്പി. ഓക്കെ, ഫിജി വില കുറവാണ്, പക്ഷേ ഇത് സമ്മതിക്കില്ല. മനസ്സിനക്കരയിലെ പാട്ടെടുത്തത്, നമ്മളിപ്പം പറഞ്ഞ പാട്ട് മെല്ലെ ഒന്ന്, അത് ഫിജിയിൽ ചെയ്തു. നോബഡി ബിലീവ്ഡ് ഇറ്റ്. ബാക്കി റെസ്റ്റ് അതെല്ലാം കൊടാക്ക്. സോ ഐ വാണ്ടഡ് എ ഡിഫറെൻറ്റ്, അന്ന് ക്രിയേറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ്, ഈ ബേസ് മാറ്റിയാൽ ചെയ്യാൻ പറ്റുന്നത്. അതാണ് കാഴ്ച ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും. ചോട്ട മുമ്പേ വേറൊരു കളർ, മെക്സിക്കൻ കളർ പാറ്റേൺ ആലോചിച്ചെന്ന് മനസ്സിലായി.
അവിടെ കിട്ടുന്ന ഒരു വാം ടോണർ, ഓറഞ്ചിഷ് വാം, അങ്ങനെ അതാണ് ഇത്. പക്ഷേ അതായത് മെജന്ത കൂടുതൽ ഡോമിനേറ്റ് ചെയ്യാൻ നമ്മൾ കൂടുതൽ ചെയ്ത് അഗ്നിഷാറ്റ്. ഇപ്പം അതൊക്കെ ചിന്തിക്കേണ്ട ഇതൊക്കെ, കാരണം ദ ടെക്നോളജി ഇസ് സോ ഡിഫറെൻറ്റ്, യു ക്യാൻ ക്രിയേറ്റ് എനിത്തിങ്. ഈ പുഷ് പ്രോസസ് ഫിലിമിങ് കാഴ്ചയിലാണ് സാർ ചെയ്തത്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സാർ? അതെന്താണ് ലൈക്ക് ലേമൻ ടേംസിൽ? പുഷ് പ്രോസസ് ഇസ് എ വെരി ഓൾഡ് ടെക്നിക്ക്. ഭയങ്കര മാസ്റ്റർ സിനിമാറ്റോഗ്രാഫർ മാത്രമേ ഉപയോഗിക്കാറുണ്ട്. അതിൽ കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ സിനിമാറ്റോഗ്രാഫറും ഉപയോഗിക്കാറില്ലെന്ന്. അത് ഉപയോഗിച്ചത് വളരെ റയർ പീപ്പിളായിരിക്കും. ഒന്ന് ബാലുമേത്ര ഉപയോഗിച്ച് കാണും, അല്ലെങ്കിൽ വിൻസെൻ്റ് മാഷ് ഉപയോഗിച്ച് കാണും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു മാർക്കസ് ബാട്ട്ലെ ഉപയോഗിച്ച് കാണും. ഇവരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും, ഡെഫിനറ്റ് അവർക്ക് അറിയാം ഇത്. പക്ഷേ പുഷ് പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ അണ്ടർ എക്സ്പോസ്, ഇപ്പം ഡിജിറ്റൽ വന്ന ശേഷം നമുക്ക് ലോ ലൈറ്റ് വർക്ക് ചെയ്യാം. അന്ന് ലോ ലൈറ്റ് വർക്ക് ചെയ്യാൻ പറ്റില്ല. ബേസിന് ഇത് ഹൈ സ്പീഡ് ഇത്ര ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈറ്റ്സ് കുറവായിരുന്നു. ഇപ്പോൾ കാഴ്ചയിൽ നമുക്ക് ബഡ്ജറ്റ് കുറഞ്ഞ ഫിലിമാണ്. അപ്പോൾ ഒരുപാട് ലൈറ്റ്സ് എനിക്ക് എടുക്കാൻ പറ്റും, ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ്. അപ്പം ബഡ്ജറ്റ് കൂടും. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന അവൈലബിൾ ലൈറ്റ് ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ 1 സ്റ്റോപ്പ് 1.5 സ്റ്റോപ്പ് ലാബിൽ കംപ്ലീറ്റ് മാറ്റും. കെമിക്കൽസ് ഓടുന്ന സിസ്റ്റം ഇല്ലേ, അതിപ്പം ബാക്കി എല്ലാ ഫിലിമും 1 മിനിറ്റ് ഒരു സെക്കൻഡ് 1 മിനിറ്റ് ഓടുകയെന്ന് വെച്ചാൽ ഇത് 2 മിനിറ്റ് ഓടിക്കണം. അപ്പോൾ അതിലുള്ള സ്പ്രാക്കറ്റ് മാറ്റണം, അതിനോട് കംപ്ലീറ്റ് ചെയിൻ മാറ്റണം, കംപ്ലീറ്റ് സിസ്റ്റം മാറ്റണം, ജനറേറ്റർ ഭയങ്കര ക്യാപ്പിള വയ്ക്കണം. ഇങ്ങനെ ഓരോട് ആ കെമിക്കൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടണം. ഇത് റിസ്ക് എടുക്കാൻ എല്ലാവരും തയ്യാറല്ല. അപ്പോൾ ഈ കാഴ്ച ഇവിടെ വന്നപ്പം ചിത്രാഞ്ജലിയിൽ അവർ റെഫ്യൂസ് ചെയ്ത് ഇവിടെ ഇത് സ്റ്റുഡിയോയുടെ ഭയങ്കര റെസ്പോൺസിബിലിറ്റി വേണ്ട ഒരു സംഭവം. ലാബ്. അപ്പം ഇവിടെ ഗവൺമെൻറ് മീഡിയ ആയതുകൊണ്ട് ഇതൊക്കെ പെർമിഷൻ വാങ്ങിക്കുകയാണെങ്കിൽ ഏറ്റെടുത്തിട്ട് വരുമ്പോൾ സമയമെടുക്കും. അപ്പോൾ ഞാൻ പ്രസാദിലെ വിളിച്ച് എനിക്കൊരു പുഷ് പ്രോസസ്സ് ആദ്യം നോ പറഞ്ഞു. പിന്നെ അവരുടെ കുറേ പടങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഓണർ LV പ്രസാദ് സാറിട്ട് ചോദിക്കുക, അഴകപ്പൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞപ്പം എന്തോ ചീഫ് ടെക്നീഷ്യൻ ശിവറാമൻ സാർ ബ്രിങ് ദ ഫിലിം എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ റോൾസ് ഞാൻ അവിടെ കൊണ്ടുപോയി നൈറ്റ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരാൻ പാടില്ല, കെമിക്കൽ വന്നിട്ട് സ്ട്രെങ്ത് നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാബിൻ്റെ എല്ലാ സ്പ്രാക്കറ്റിൻ്റെ സ്പീഡും മാറും. ഇതെല്ലാം റിസ്ക്കാണ്. നൈറ്റ് ആരെങ്കിലും ഇരുന്ന് ഉറങ്ങിപ്പോയാൽ എന്തെങ്കിലും സംഭവിച്ചാൽ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്ത് വേസ്റ്റായി പോകും. അപ്പോൾ ഞാൻ അവിടെ ലാബിൽ തന്നെ ഇരുന്ന് എത്ര മണിക്ക് ഞങ്ങൾ 11 മണിക്ക് തുടങ്ങി രാവിലെ 4 മണിക്ക് പ്രോസസ്സിങ് കഴിഞ്ഞു. ഡബിൾ ടൈം ഓടിക്കണം. അപ്പം ഫിലിം സ്ലോ ഓടും. നോർമൽ ഇപ്പോൾ കമ്പനി തന്ന സ്പീഡിലിരുന്ന് എല്ലാം ഡബിളാവും, സ്പീഡ് സ്ലോ ആവും. റിസ്ക് ഉള്ളത് കൊണ്ട് പലരും ചെയ്യത്തില്ല. ഞാൻ റിസ്ക് എടുത്തു. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാവില്ല മലയാളം ഇൻഡസ്ട്രിയിൽ. അതുപോലെ തന്നെയാണ് ഡച്ച് ഹെഡ് ക്യാമറ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഛോട്ടാ മുംബൈയിൽ. അപ്പോൾ അത് ഡച്ച് ഹെഡ് ക്യാമറ അതെന്തുകൊണ്ടാണ് അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു വ്യൂ ഫൈൻഡർ തന്നെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, സൈഡിൽ നിന്ന് കണ്ടല്ലേ? ഇത് ഹെഡാണ് ആക്ച്വലി. നോർമൽ ഹെഡ് ഇല്ലേ, ബേസ് പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ഹെഡ് അത് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന പാനിങ്, ടിൽറ്റിങ്, ഇത് പാനിങ്. ഇത് നേരെ ഓപ്പോസിറ്റ് ആംഗിളിൽ വെച്ചിട്ട് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, സിഗ്സാഗ് ഓപ്പറേറ്റ് ചെയ്യുന്നു. അത് അന്ന് ഹെഡ് ഒന്ന് സ്പെഷ്യലായിട്ട് മെഡ്രാസിലെയും ബോംബെയിലൊക്കെ ഉണ്ടായിരുന്നു ഡച്ച് ഹെഡിന്. അത് കുറച്ച് ചാർജസ് കൂടുതലായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരു ദിവസം എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പർപ്പസ് എന്താണ്? ലൈക്ക് ആംഗിൾ വൈസ് യു ഗെറ്റ് എ റഷ്യൻ ആംഗിൾ എന്ന് പറയുന്ന, ഫ്രഞ്ച് ആംഗിൾ, ഡച്ച് ആംഗിൾ, ഇതൊക്കെ നമ്മൾ പറയാം. അത് റെഗുലർ ക്യാമറയിൽ നമുക്ക് വേണമെങ്കിൽ അല്ല, അത് സ്മൂത്ത് ആവില്ല. സ്മൂത്ത് ഓപ്പറേഷൻ കിട്ടത്തില്ല. പക്ഷേ ഒരു ദിവസം എനിക്ക് കിട്ടിയിട്ടുണ്ട്, 1 or 2 days കിട്ടിയിട്ടുണ്ട്. ബാക്കി ഞാൻ റിസ്ക് എടുത്ത് ചെയ്ത് എന്തെങ്കിലും, കാരണം ഫിലിം ആയതുകൊണ്ട് ഇമ്മീഡിയറ്റ് കാണാനും പറ്റില്ല. ഷൂട്ട് ചെയ്യുന്നത് വാട്ട് യു ആർ ടേക്കിംഗ് അതല്ല നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മൾ എന്തെടുക്കുന്നോ അത് കാണുന്നു. ഇപ്പം ഈസിയായി, എവറിത്തിങ് ഈസ് ഈസി. അതുകൊണ്ട് നെഗ്ലിജൻസും കൂടി. സാറിന് ഇപ്പോൾ അവാർഡ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ കവറ്റഡ് ആയിട്ടുള്ള ധാരാളം സിനിമകളുണ്ട്, ചെയ്തിട്ടുണ്ട്, അതിന് റെക്കഗ്നീഷൻ കൂടിയുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം, ഒരു ഫിലിം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു, ബട്ട് അത് പ്രോപ്പർലി ആരും ഡിസ്കസ് ചെയ്തിട്ടില്ല, അത് അവാർഡ് കിട്ടുന്നില്ലാത്തത് പോട്ടെ, ആരും അതെന്തോ ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് തോന്നി ഏതെങ്കിലും വർക്കുണ്ടോ? അധികമായി ഉണ്ട്. ഫോട്ടോഗ്രാഫറിനെ ഒരുപാട് സീരിയസ് ആയിട്ട് എടുത്ത പടമാണ്. അതിനുവേണ്ടി പല പടങ്ങളും വിട്ടിട്ട് പോയി.
കാട്ടിൽ തന്നെ കിടന്ന് കാട്ടിൽ തന്നെ ഷൂട്ട് ചെയ്ത് നാച്ചുറൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഒരുപാട് പാടുപെട്ട് ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് അട്ടക്കടിച്ച് അങ്ങനെ ഒരു ആദിവാസി ക്യാമ്പിൽ പോയി തന്നെ സ്റ്റേ ഒക്കെ ചെയ്ത് ലൊക്കേഷൻ കാണുമ്പോൾ ഒരു ഫെസിലിറ്റീസ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത പടമാണ്. അതിൽ ഒരേ ഒരാളാണ് എന്നെ വിളിച്ച് ഭയങ്കര അപ്രിഷ്യേഷൻ, ജോഷിയേട്ടൻ ഡയറക്ടർ. ആ പടം കണ്ടിട്ട് നേരെ വന്ന് ഞാൻ അങ്ങനെ ദൂരത്തിന് നിൽക്കാണ്, നേരെ എൻ്റെ അടുത്ത് നടന്നു വന്നിട്ട് നിങ്ങളുടെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, വളരെ നാച്ചുറലായിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, കാട് ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ മറ്റേ ഇതൊന്നുമില്ല, എന്താ പറയുക, നാച്ചുറൽ ഷൂട്ടിംഗാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്ത്. അല്ലെങ്കിൽ കളർ ഗ്രേഡിങ്ങിൽ ചെയ്യാം, അല്ലെങ്കിൽ VFX ചെയ്യാൻ, അങ്ങനെ ഒരു ഓവർ ഡിപ്പെൻഡ് ചെയ്തില്ല. മാക്സിമം എത്ര നല്ല ഇമേജ് കിട്ടുമോ അത് അപ്പോൾ അത് ഈ പടം വിജയിച്ചില്ല. ഈ കമ്മിറ്റിയിൽ വന്ന് എല്ലാവരും പറഞ്ഞു, അതിൽ കമ്മിറ്റിയിൽ വന്ന് അഴകപ്പൻ്റെ വർക്ക് എല്ലാവരും അപ്രിഷ്യേഷൻ ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല, അവാർഡ് കിട്ടിയ ഭാഗ്യമെന്ന് വെച്ചാൽ അത്രയാണ്. പക്ഷേ ഇത്ര സംസാരിക്കപ്പെട്ടത് ആരും ഓഡിയൻസും കണ്ടില്ല, അവരും കണ്ടില്ല. കമ്മിറ്റി അത് ഇതൊന്ന് ഫെയിലിയർ പടമല്ലേ, എന്തിനാ കാണുന്നു, അങ്ങനെയൊക്കെ. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു കമ്മിറ്റി. വേണമെങ്കിൽ അവർക്ക് പകുതി കണ്ടിട്ട് വേണ്ട നിർത്താം. ഇപ്പം ഉള്ള കമ്മിറ്റിയിൽ സ്ട്രിക്ട്ലി ഇപ്പോൾ 10 വർഷമായിട്ട് ഞാൻ കമ്മിറ്റിയിലൊക്കെ ഉണ്ട്. A to Z കണ്ടേ പറ്റും. ബാഡ് ഫിലിം, ഗുഡ് ഫിലിം ചോദിക്കാനും ആളുണ്ടെന്നുള്ളത് ഉണ്ട്. പിന്നെ ഇറ്റ് ഈസ് ഓൾ റെക്കോർഡഡ്. ഫിലിം കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നാളെ ഒരാൾക്ക് ഇപ്പം നമ്മുടെ പടം പ്രീവ്യൂ ചെയ്ത് ഫുള്ളാ കണ്ടിട്ടുണ്ടോ ഓടിയിട്ടുണ്ടോ എന്നുള്ള റെക്കോർഡ്, ഇലക്ട്രോണിക് റെക്കോർഡിംഗ് ഉണ്ട്. അതുകൊണ്ട് കണ്ടേ പറ്റും. ഇപ്പോൾ ഡയറക്ഷൻ എങ്ങനെയാണ് സാർ എത്തിയത്? പട്ടം പോലെ ഡയറക്ഷൻ ഒരു എന്താ കോയിൻസിഡൻസ് എന്ന് പറയില്ലേ, അത് അങ്ങനെ സംഭവിച്ചു പോയി. അതായത് ഞാൻ ഷോർട്ട് സ്റ്റോറീസ് ഒരുപാട് എടുക്കും. ദൂരദർശനിലിരിക്കുമ്പോൾ ഈ ഷൂട്ടിങ്ങിൽ പോകുമ്പോൾ ഒരു സ്റ്റോറിക്ക് പോയി കഴിഞ്ഞാൽ ആ പരിസരത്തിൽ എന്താണ് ഒരു വ്യത്യാസമായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് എല്ലാ ടെലിവിഷനിലും വരുന്ന ഒരു സ്റ്റോറിയാണ് അത് സോഫ്റ്റ് സ്റ്റോറി എന്ന് പറയും. എന്തേ കൗതുകമായിട്ട് ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിൽ കുറേ ഷോർട്സുകളൊക്കെ എടുത്ത്. ഇപ്പോൾ ഇടുക്കി പോയി നമ്മളൊരു വിഷയത്തിന് പോയി ഒരു പ്രോഗ്രാം പോയാൽ ഇടുക്കി ഡാം എവിടെയും ചോദിക്കും. അടുത്ത ദൂരദർശൻ ആയതുകൊണ്ട് പെർമിഷനൊന്നും പ്രോബ്ലം അല്ല. അവിടെ പോയിട്ട് അവിടെ കുറച്ച് ബേർഡ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊരു ചായക്കട ഉണ്ടെങ്കിൽ ആ ചായക്കടയെ പറ്റി ഒരു സ്റ്റോറി, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് സ്റ്റോറി എന്ന് പറയും. അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ഡോക്യുമെൻ്ററി ഒക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെ ഡയറക്ഷൻ ചെയ്യും. അപ്പോൾ ഡയറക്ഷൻ മോഹം എന്ന് പറയാൻ പറ്റില്ല, ഡയറക്ഷൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഫീച്ചർ ഫിലിം ചെയ്യാൻ പറ്റുമോ അതുപറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോഴാണ് ഞങ്ങൾ അന്ന കരീനയുടെ അഡോപ്റ്റേഷൻ സീരിയൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, ഞാനും ശ്യാമപ്രസാദും. അപ്പോൾ ശ്യാമപ്രസാദ് ഡയറക്റ്റ് ചെയ്യുന്നു, ഞാൻ ക്യാമറ ചെയ്യുന്നു, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. കൈരളി TV അപ്രൂവലും കിട്ടി. അപ്പോൾ അത് റെഡിയായപ്പോൾ ശ്യാമപ്രസാദ് ഒരു സിനിമ കിട്ടിയായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഒരു ഇംഗ്ലീഷ് മൂവി കിട്ടിയിട്ടുണ്ട്, ഇത് ചെയ്യാൻ പറ്റില്ല ഡയറക്ഷൻ. അപ്പോൾ ഞാൻ പ്രോജക്റ്റ്, നമുക്ക് കിട്ടിയ പ്രോജക്റ്റ്, അന്ന് പ്രോജക്റ്റ് ചാനലിൽ നിന്ന് കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സമയം നമ്മൾ വിളിച്ചു തന്നതാണ് ആരെ വയ്ക്കാൻ ഡയറക്ടറിന്. അപ്പോൾ ശ്യാമപ്രസാദ് പറഞ്ഞ് ഇത് പുതിയൊരു ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, ഇത് പെട്ടെന്ന് അന്ന കരീന വായിക്കണമായിരുന്നു. പിന്നെ ടോൾസ്റ്റോയുടെ ആ സ്റ്റോറി അത് ഫുള്ളി മലയാളം അഡാപ്റ്റേഷൻ അഴകി തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ ചെയ്യണോ? ഇത് തുടക്കം തൊട്ടേ ഇൻവോൾവ് ചെയ്ത അഴകപ്പന് ചെയ്യാൻ പറ്റും. അങ്ങനെ ഗിരീഷ് എന്നൊരു സ്ക്രിപ്റ്റ് റൈറ്റർ വിളിക്കുന്നു, സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് പൈലറ്റ് ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് 3 എപ്പിസോഡ് എന്തോ കൊടുത്ത് കൈരളി TV ഇമ്മീഡിയറ്റ് അപ്രൂവൽ തന്നു. അപ്പോൾ അത് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലോഹിയേട്ടൻ്റെ കാൾ വരുന്നത്. ഒരു 7 എപ്പിസോഡ് കഴിഞ്ഞിട്ട് ലോഹിയേട്ടൻ ഒരു ദിവസം വിളിക്കുന്നു. അഴകപ്പന് ഒരു നല്ല ക്യാമറാമാൻ മാത്രം ഞാൻ വിചാരിച്ചിരുന്നു, ഒരു നല്ല ഡയറക്ടറും കൂടി ഇന്ന് ഒരു അപ്രിഷ്യേഷൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് കുറേ സത്യാനന്ദിക്കോട് ആ സീരിയൽ കണ്ടതായിട്ട് ഇൻഫർമേഷൻ കിട്ടി. പിന്നെ പലരും കണ്ടിട്ട് ആ മൊത്തം 26 എപ്പിസോഡ് ചെയ്തു ഞങ്ങൾ. സ്റ്റേറ്റ് അവാർഡ് വന്നപ്പോൾ 8 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പോൾ ഡയറക്ഷന് കിട്ടി, ക്യാമറ കിട്ടി, ആക്ടേഴ്സ് കിട്ടി, എല്ലാം. അപ്പോൾ ഒരു കോൺഫിഡൻ്റായി ഡയറക്ഷൻ ചെയ്യാൻ പറ്റും, നോക്കാൻ ട്രൈ ചെയ്യാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സല്യൂട്ടിന് ഒരു പടം ഞാൻ ആദ്യം ചെയ്തത് സല്യൂട്ടാണ്. അത് ആർമിക്ക് വേണ്ടി ചെയ്തതാണ്. ഈ കാർഗിൽ യുദ്ധത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്, ഒരു ജവാൻ്റെ സ്റ്റോറിയാണ് ചെയ്തത്. അത് 12 lakhs ബഡ്ജറ്റിൽ ചെയ്ത് തീർത്തു. അത് ആർമി തന്നെ അത് പർച്ചേസ് ചെയ്ത് ഒരു കോപ്പി എടുത്തിട്ട് അവരുടെ റൈറ്റ്സ് ആയിട്ട് പോയി. റിലീസ് ചെയ്യാനൊന്നും സംഭവിച്ചില്ല. അവർക്ക് വാർ വീഡിയോസ് അവൈലബിളും അല്ല. ഇല്ല. എവിടെയോ ഒരു കാസറ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ.
വാർ വിഡോസില്ലേ അവരുടെ ഒരു ലൈഫെ പറ്റിയാണ്. ഓ സോ ഒരു ഇൻഡ്യൂഷനിൽ ജീവിക്കുന്നതാണ് ഭർത്താവ് ഈ വാറിൽ മരിക്കുന്ന ഒരു ഇൻഡ്യൂഷനിൽ ജീവിക്കുന്ന. അതുപോലെ ലാസ്റ്റിൽ ഇത് ഹാപ്പൻസ് ആക്ച്വലി ആ ഇൻഡ്യൂഷൻ യഥാർത്ഥമാവുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ വാർ വിഡോസ്ക്ക് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി അവർ ഭർത്താക്കൾ മരിച്ചു പോയാലും ഈ പടം കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു ഈ കൺട്രിക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അവർ ഒരു കോൺഫിഡൻസ് കിട്ടും. അതേ ടൈമിൽ ഇവർ മരിച്ചു പോയ ആർമി വിടത്തില്ല, ആർമി ഇവർക്കും ജോലി കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് അതിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു സീരിയസ് മൂവിയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ അന്നയുടെ ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് പലരും അപ്രിഷിയേഷൻ ചെയ്ത് കഴിഞ്ഞപ്പം കാൾട്ടൻ കർണാടൻ ചേട്ടൻ ഒരു 2-3 വർഷമായിട്ട് എനിക്കൊരു പടം ഡയറക്റ്റ് ചെയ്യുന്നു അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വേണ്ട പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് പുള്ളി ഭയങ്കര കമ്പൽ ചെയ്ത് അങ്ങനെ ഞാൻ ആ പടം പെട്ടെന്ന് ദുബായിൽ ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ അനൗൺസ് ചെയ്ത് കളഞ്ഞു, അഴകപ്പനാണ് എൻ്റെ അടുത്ത പടം. എൻ്റെ അടുത്ത് കഥ ഒന്നുമില്ല, ഒരു സ്റ്റോറിയും ഇല്ല, ഒരു ആർട്ടിസ്റ്റും ഇല്ല. അങ്ങനെയാണ് ഞാൻ IT ഫീൽഡിനെ കുറിച്ച് ഒരു സ്റ്റോറി പറഞ്ഞായിരുന്നു. 4 IT സ്റ്റുഡൻസിൻ്റെ ലൈഫ്. 2012 കഴിഞ്ഞ് IT ഇവിടെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ആ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ ഗിരീഷ് തന്നെ. അപ്പോൾ സച്ചി എഴുതാൻ പറഞ്ഞിരുന്നു. സച്ചിയും എന്തോ അഭിപ്രായ വ്യത്യാസത്തിൽ വന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ അല്ല, പ്രൊഡ്യൂസറുടെ കൂടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗിരീഷ് വന്നിട്ട് എഴുതിയിട്ട് പകുതിയിലാകുമ്പോൾ പുള്ളി പറഞ്ഞ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്ന പോലെ എനിക്ക് ഇനി മുന്നോട്ട് പോകുന്നില്ല കഥ, ഞാൻ ഇവിടെ നിർത്തുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്റ്റോറി അവിടെ നിന്ന് പോയി. അപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്ത്. അപ്പോഴാണ് ഈ ത്രെഡ് പറഞ്ഞത്. എൻ്റെ വീട്ടിൽ തൊട്ടടുത്ത 2 കുട്ടികളുടെ കഥയാണ്. അവർ 2 പേരും IT ഫീൽഡിലുണ്ട്. അവരുടെ ലവ് ട്രാക്ക് അത് വെച്ചിട്ടാണ് ഈ സ്റ്റോറി പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഗിരീഷ് അപ്പം പറയുന്നത് ഞാൻ ചെയ്യാം. അങ്ങനെ വീണ്ടും ഗിരീഷ് വെച്ച് എഴുതുന്നത്. ആക്ച്വലി സച്ചിയാണ് എഴുതാനിരുന്നത്. സച്ചി ഈ സ്റ്റോറി നേരത്തെ കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും പടം ചെയ്യുകയാണെങ്കിൽ ഞാനായിരിക്കും റൈറ്ററിന് പറഞ്ഞിരുന്നു. പക്ഷെ അതിനു മുമ്പ് അങ്ങനെ ഒരു നിമിത്തത്തിന് വന്ന ഒരു ഡയറക്ഷനാണ് അത്. സാറിന് എപ്പോഴെങ്കിലും ക്യാമറ ചെയ്യാൻ വിളിച്ചിരുന്നു പുള്ളിയുടെ പടങ്ങളിൽ? സച്ചി സാറിൻ്റെ പടത്തിൽ ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്തിൽ സച്ചി അനാർക്കലിയിൽ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഒരു സിറ്റുവേഷനിൽ പ്രൊഡ്യൂസറുടെ ഒരു ഇതുകൊണ്ട് മാറേണ്ടി വന്നു. ചില സമയങ്ങളിൽ അങ്ങനെയാണ്. സിറ്റുവേഷൻ ചിലപ്പം സൂട്ടബിൾ ആവില്ല. ഒരു സ്റ്റോറി ഫഹദിനെ വെച്ച് ചെയ്യാനായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഇനി പ്ലാൻ ഉണ്ടോ? അത് എപ്പോഴും ഏത് കാലഘട്ടത്തിലും അത് ചേരുന്ന ഒരു സ്റ്റോറിയാണ്. റഷ്യയിൽ നടക്കുന്ന കസാക്കിസ്ഥാനിൽ വെച്ച് നടക്കുന്ന ഒരു ഇൻസിഡൻ്റാണ്. ഒരു 3 days സ്റ്റോറിയാണ്. ലിറ്ററേച്ചർ ബന്ധമുള്ള അതെ. അത് മറ്റേ അതിൻ്റെ റൈറ്റ്സ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇദ്ദേഹമാണ്. ഈ കൾച്ചറൽ മറ്റേ റഷ്യൻ കൾച്ചറൽ സെൻറ്ററിൻ്റെ ഡോക്ടർ രതീഷ്. പുള്ളിയാണ് അത് വാങ്ങിച്ച്. ഞങ്ങൾ ഒരു വർഷമായിട്ട് സ്ക്രിപ്റ്റ് എഴുതി. അത് ഫഹദ് ഫുള്ളായിട്ട് സ്ക്രിപ്റ്റ് കേട്ടു, ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്യാൻ പറഞ്ഞ കൈയൊക്കെ തന്നു. അത് ഈവൻ ഇതിനു മുമ്പാണ്, പട്ടം പോലെ മുമ്പ്. അപ്പോൾ പുള്ളിയുടെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഈ പട്ടം പോലെ വരുന്നത്. പട്ടം പോലെ ചെയ്യുമ്പോൾ തന്നെ ഫഹദ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ദുൽഖറായിട്ട് അടുത്ത പടം ഞാൻ അഴപ്പൻ ചേട്ടൻ്റെ ആണ് ചെയ്യുന്നത്. പക്ഷേ പിന്നെ പുള്ളിയുടെ മനസ്സ് മാറി. പുള്ളി പറഞ്ഞ് ഇപ്പോൾ ചെയ്താൽ ശരിയാവില്ല, ഈസ് ടു ബിസി. അപ്പോൾ ആ സിറ്റുവേഷനിൽ വിട വേണ്ടി വന്നു.